സായി, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ശുഭമധ്യാഹ്നം എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. ഒരു പാതി അവധി ദിവസമാണ്, അതിൻ്റെ ഒരു ചെറിയ ആലസ്യമൊക്കെ പ്രേക്ഷകർക്ക് ഉണ്ടാകണം. എന്തായാലും ഭക്ഷണമൊക്കെ നന്നായി കഴിക്കുക. പനി ജലദോഷക്കാലമൊക്കെയാണ്, ഇഷ്ടംപോലെ ശുദ്ധവെള്ളമൊക്കെ കുടിക്കുക. വാർത്തയിലേക്ക് വന്നാലോ, ഈ ആലസ്യബാധയും ഒന്നുമില്ലാത്തൊരു ദിവസമാണ്. അത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി എക്സാലോജിക്കിനെതിരെ കേന്ദ്ര അന്വേഷണ പ്രഖ്യാപനം, അതിലെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ, വാക്പോര് എന്ന് പറയാൻ പറ്റില്ല, കാരണം CPM നേതാക്കളൊന്നും അതിനോട് കാര്യമായി അങ്ങനെ പ്രതികരിച്ചു കണ്ടില്ല. പിന്നെ കേന്ദ്രാവഗണനയ്ക്കെതിരെ പ്രതിപക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനത്തിലേക്ക് എത്തുന്നു തോന്നുന്നു സർക്കാർ. പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ ഉപനേതാവിനെയും ചർച്ചയ്ക്ക് വിളിക്കുന്നു മുഖ്യമന്ത്രി. പിന്നെ കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ പറയുന്ന ചില തെരഞ്ഞെടുപ്പ് ചിന്തകൾ, ഗവർണർക്കെതിരെ P രാജീവ്, അയോധ്യ, അങ്ങനെ പറയാനുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ TV ഓണാക്കി അങ്ങ് വെച്ചേക്കണം. എന്ത് തിരക്കാണെങ്കിലും ഇടയ്ക്ക് കമന്റ് ബോക്സ് സന്ദർശനം മസ്റ്റാണ്. വാർത്തയെക്കുറിച്ചോ അല്ലാതെയോ എന്തെങ്കിലുമൊക്കെ പറയണം, കാരണം നിങ്ങളില്ലാതെ 1.5 മണിക്കൂർ ആലോചിക്കാൻ വയ്യ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കങ്ങ് തുടങ്ങാം. ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി. അപ്പോൾ രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ സംക്ഷിപ്തം തലക്കെട്ടുകൾ അതൊക്കെയാണ്. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട വർഷിപ്പ്, PR നന്ദനൻ, റിൻസി മാനുവൽ, അഞ്ജന S, ഉണ്ണികൃഷ്ണൻ നായർ, ജനീഷ് ജോൺ, ലിപ്പിൻ, വിപിൻ ബെന്നി, ജിജു ഡാനിയൽ, ഗ്രേസി സെബാസ്റ്റ്യൻ അങ്ങനെ വന്ന്, ടെസ്സി സെബാസ്റ്റ്യൻ, ലച്ചു ഒക്കെ വന്ന് ഗുഡ് ആഫ്റ്റർനൂൺ പറയുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് സംഘർഷഭരിതമാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. ഇന്നലെ ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് നൈറ്റ് മാർച്ചൊക്കെ നടത്തിയിരുന്നു. പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. കൊച്ചിയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ സംഘർഷം. നേരത്തെ DCC അധ്യക്ഷനടക്കം ഉണ്ടായിരുന്നു ആ മാർച്ചിൽ. ഇപ്പോൾ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ കേരളത്തിലെ തെരുവുകളുടെ കാഴ്ചയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിനെ തുടർന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ആ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. അതിൻ്റെ ഭാഗമാണ് ഇന്നലെ ക്ലിഫ് ഹൗസിലേക്ക് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഒരു നൈറ്റ് മാർച്ച് അവർ സംഘടിപ്പിക്കുകയും അവിടെ തീപ്പന്ത പ്രകടനം ഒക്കെ ഇന്നലെ നമ്മൾ കണ്ടതാണ്. അതിന് തുടർച്ചയായാണ് ഇപ്പോൾ കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. S ശ്യാംകുമാർ ചേർന്നു. ശ്യാം, ആ പ്രതിഷേധം കുറച്ച് അഗ്രസീവ് ആവുകയാണോ, സംഘർഷത്തിലേക്ക് പോവുകയാണോ? ബാരിക്കേഡുകൾ മുകളിൽ കയറി പ്രവർത്തകർ അപ്പുറത്തേക്ക് ചാടുകയും ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പോലീസിന് നേരെ വടിയും പൊടിയും ഒക്കെയാണ് അവർ എറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ കല്ലുകൾ എറിയുന്നുണ്ട്. വ്യാപകമായിട്ടുള്ള ബാരിക്കേഡുകൾ തകർത്ത് മറുഭാഗത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസിന് പല ഭാഗത്തുനിന്ന് കല്ലുകൾ എറിയുകയാണ്. ഇത് ഒരുപക്ഷെ ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചിരുന്നു. പാലക്കാടും കൊച്ചിയിലും യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഉണ്ടായിരുന്നു. 2 മാർച്ചിലും സംഘർഷമുണ്ടായി. ഇപ്പോൾ കൊച്ചിയിലേക്കാണ് മാർച്ച്. ബാരിക്കേഡിന് മുകളിൽ പ്രവർത്തകർ കയറുന്നുണ്ട്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ലാത്തിചാർജിലെ കാര്യങ്ങൾ പോയില്ല. പോലീസിനെതിരെ നല്ല പ്രകോപനമുണ്ട്. കല്ലും വടിയുമൊക്കെ പോലീസിനെതിരെ വലിച്ചെറിയുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ചെയ്ത രീതിയിലൊക്കെ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ ആ പ്രതിഷേധ മാർച്ച്. പ്രതിപക്ഷ നേതാവ് നേരത്തെ VD സതീശൻ നേരത്തെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഉന്നയിച്ചിരുന്നു. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ ക്ലിഫ് ഹൗസ് നൈറ്റ് മാർച്ച് ഉണ്ടായിരുന്നു. അതിലും സംഘർഷത്തിലേക്കൊന്നും എത്തിയില്ലെങ്കിലും കൂടുതൽ പ്രവർത്തക പങ്കാളിത്തം ഉറപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത രീതി ഭരണകൂട ഭീകരത എന്നൊരു കോയിനേജിൽ അറസ്റ്റ് ചെയ്ത രീതിയിൽ പ്രതിപക്ഷം വ്യാപക പ്രതിഷേധം നടത്തുകയാണ്. പോലീസ് വലിയ സന്നാഹം കൊച്ചിയിലുണ്ട്. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവർ ഈ മാർച്ചിന് നേതൃത്വം നൽകിയിരുന്നു. നേരത്തെ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. ബാരിക്കേഡ് മറികടക്കാനാണ് പ്രവർത്തകരുടെ ശ്രമം. വരും ദിവസങ്ങളിലും ഈ മാർച്ച് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇന്നലെ ക്ലിഫ് ഹൗസിൽ നൈറ്റ് മാർച്ച് ഉണ്ടായത്. എല്ലാ ദിവസങ്ങളും ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രാദേശികമായി കൂടുതൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയാണ്. KPCCയുടെയും സംസ്ഥാന വ്യാപകമായ ബ്ലോക്ക് തലങ്ങളിലെ പ്രതിഷേധമൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് രാഷ്ട്രീയ ആയുധമാക്കി തന്നെ ഏറ്റെടുക്കുന്നു. അത് ഭരണകൂട ഭീകരതയ്ക്കുള്ള തെളിവാണ് എന്നടക്കം പറയുന്നു. ഇപ്പോൾ ജലപീരങ്കി പിന്നെയും പ്രയോഗിക്കുകയാണ്. കൊച്ചിയിൽ പല ആവർത്തിയുള്ള ജലപീരങ്കി പ്രയോഗത്തിനും പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. അവർ ബാരിക്കേഡിന് മുന്നിൽ തന്നെ ശക്തമായ ജലപീരങ്കി പ്രയോഗം തന്നെയാണ് അവർ നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് ചെയ്ത രീതിയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ തുടർച്ചയായ ദിവസങ്ങളിലെ പ്രതിഷേധ മാർച്ച്. അത് കൂടുതൽ ശക്തമാക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായി കൂടിയാണ് വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക്, പാലക്കാടാവട്ടെ കൊച്ചിയാവട്ടെ, വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘർഷഭരിതമാവുകയാണ്. കൃത്യമായി സംഘർഷഭരിതമാവുകയാണ് ആ മാർച്ച് എന്ന് പറയാം. പോലീസ് എപ്പോഴും സംയമനം പാലിക്കുന്നുണ്ട്. ജലപീരങ്കി പ്രയോഗം മാത്രമേ ഉള്ളൂ. ലാത്തിചാർജ് പാലക്കാട് കണ്ടില്ല. ഈ ദിവസങ്ങളൊന്നും ലാത്തിചാർജ് അല്ലെങ്കിൽ ടിയർ ഗ്യാസ് പോലെയുള്ള കടുത്ത പോലീസ് നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കണ്ടില്ല. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ശ്യാംകുമാർ ചെയ്യുന്നു. ശ്യാം, സ്ഥിതിഗതികൾ കുറച്ച് സംഘർഷഭരിതമാകുന്നു കൊച്ചിയിലല്ലേ?
ഇന്നലെ കണ്ണൂർ, പാലക്കാട്, ഇന്നിപ്പോൾ കൊച്ചിയിലൊക്കെ വലിയ പ്രതിഷേധത്തിലേക്ക് എത്തുകയാണ്. പിണറായി വിജയന്റെ ഭരണകൂട ധീരത എന്ന മുദ്രാവാക്യം അടക്കം ഉയർത്തിക്കൊണ്ടാണ് ഇന്നലെയാണ് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ കളക്ടറേറ്റിൽ നടത്തിയ മാർച്ചിൽ വലിയ സംഘർഷമുണ്ടായത്. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി നേതൃത്വം നൽകിയ മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ റിജിൽ മാക്കുറ്റി അടക്കമുള്ളവർ ഇന്നലെ അറസ്റ്റിലാവുന്നത് കണ്ടു. സംഘർഷത്തിൽ അവിടെ 3-4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ആ പോലീസ് നടപടിയൊക്കെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് രൂക്ഷമായ ഭാഷ വിമർശിക്കുന്നത് കണ്ടു. അതിന്റെ തുടർച്ചയിലാണ് ഇന്നിപ്പോൾ പാലക്കാട്ടെയും കൊച്ചിയിലെയും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ആസ്ഥാനത്തെ പ്രതിഷേധ മാർച്ച്. ഇവിടെ കൊച്ചിയിലെ മാർച്ചിനും പാലക്കാട് മാർച്ചിനും ഒക്കെ വലിയ തോതിൽ രോഷാകുലരായ പ്രവർത്തകരെയാണ് കാണുന്നത്. ഇന്നലെ ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ മാർച്ചിലും സർക്കാർ ഫ്ലക്സ് ബോർഡുകൾ, മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള ഫ്ലക്സ് ബോർഡുകളൊക്കെ നശിപ്പിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കണ്ടു. ഇന്നിപ്പോൾ കൊച്ചിയിലും വർദ്ധിത വീര്യത്തോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരമുഖത്താണ്. അത് അവരുടെ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്ത രീതിയിലും പുലർച്ചെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത രീതിയിലുമൊക്കെ പ്രതിഷേധിച്ചാണ് ആ മാർച്ച്. അവിടെ പലയാവർത്തി പോലീസ് ജലപീരങ്കി പ്രയോഗമുണ്ടായി. ഇപ്പോഴും ബാരിക്കേഡിന് മുന്നിൽ തടിച്ചുകൂടുന്നു. ബാരിക്കേഡ് മറിച്ചിടാനടക്കം നീക്കം നടത്തിക്കൊണ്ട് കല്ലുകളടക്കം വലിച്ചെറിഞ്ഞുകൊണ്ട്, കമ്പുകളും കല്ലുകളും പോലീസ് നേരെ വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രകോപന സമരമാർഗത്തിലേക്ക് തന്നെ യൂത്ത് കോൺഗ്രസ് ഈ ദിവസങ്ങളിൽ പോവുകയാണെന്ന് ഉറപ്പായും പറയാം. എബിൻ ജോസ് ചേരുന്നു. എബിൻ, ഒരു സംഘർഷഭരിത സാഹചര്യമുണ്ട്, പക്ഷേ പോലീസ് അവിടെ സംയമനം പാലിക്കുകയാണ് ഇപ്പോഴും, അല്ലേ? നിലവിൽ പാലിക്കുന്ന 3 റൗണ്ട് ജലപീരങ്കി പോകുന്നില്ല. വ്യാപകമായ കല്ലേറാണ് പോലീസിന് നേരെ ഉണ്ടാകുന്നത്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചുകൾ. ഇന്നത് പാലക്കാട് SP ഓഫീസ് മാർച്ചിൽ നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. അവിടെയും പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും മുന്തും തള്ളുമൊക്കെ ഉണ്ടായി. ബാരിക്കേഡ് മറികടക്കാൻ അവിടെ പ്രവർത്തകർ ശ്രമിച്ചപ്പോഴായിരുന്നു പോലീസിന് ജലപീരങ്കി പ്രയോഗം. സമാനമായ കാഴ്ച കൊച്ചിയിൽ നമ്മൾ കാണുകയാണ്. കൊച്ചിയിലും ഇത്തരത്തിൽ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമം ഉണ്ടാകുന്നു. 3-4 ആവർത്തി, ഇപ്പോൾ 4ാം തവണയാണ് ശക്തമായ ജലപീരങ്കി പ്രയോഗം. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. ജലപീരങ്കി പലയാവർത്തി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറാവുന്നില്ല. പാലക്കാട് അടക്കം റോഡിൽ കുത്തിയിരുന്ന് പരിശീലിക്കുന്ന പ്രവർത്തകരെ കണ്ടു. സമാനം തന്നെയാണ് കൊച്ചിയിലെയും കാഴ്ച. തുടർന്ന് പ്രവർത്തകരെ അവിടെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇവിടെയും കൊച്ചിയിലും അങ്ങനെ അറസ്റ്റ് ചെയ്ത് നീക്കലിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് തോന്നുന്നു. അവരുടെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത രീതിയിലും പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ കൊച്ചിയിലെയും പാലക്കാട്ടെയും ഇപ്പോൾ പ്രതിഷേധ മാർച്ച്. വരും ദിവസങ്ങളിലും കൂടുതൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. അത് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാവുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ക്ലിഫ് ഹൗസിലേക്ക് രാത്രി മാർച്ച് അവർ നടത്തുന്നത്. ഇന്നലെ കണ്ണൂർ കളക്ടറേറ്റിലേക്കുള്ള യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ സംഘർഷമുണ്ടാവുകയും 2 വനിതാ പ്രവർത്തകർക്കടക്കം 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. നിലത്ത് വീണ ഒരു പ്രവർത്തകയുടെ മുടി പോലീസ് ചവിട്ടിപ്പിടിച്ചു എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതടക്കം പോലീസ് വീണ്ടും സംഘർഷഭരിതമാകുന്ന കാര്യങ്ങൾ. ബാരിക്കേഡ് മറിച്ചിടാനുള്ള നീക്കം വളരെ തീവ്രമായി തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുകയാണ്. 4 തവണ ജലപീരങ്കി പ്രയോഗം നടത്തിയിട്ടും ആ പ്രവർത്തക വീര്യത്തെ തണുപ്പിക്കാൻ കഴിയുന്നില്ല. പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ ബാരിക്കേഡ് മറിച്ചിടാനുള്ള അവരുടെ നീക്കങ്ങളുമായി അവിടെ തന്നെ നിൽക്കുകയാണ്. വലിയ പോലീസ് സന്നാഹം അവിടെ ഉണ്ട് എങ്കിൽ കൂടിയും ഏതെങ്കിലും തരത്തിൽ ലാത്തിച്ചാർജിലേക്കോ മറ്റ് പോലീസ് നടപടികളിലേക്കോ കാര്യങ്ങൾ പോകുന്നില്ല. അത് ശ്രദ്ധേയമാണത്. നമ്മൾ ഈ ദിവസങ്ങൾ കണ്ട യൂത്ത് കോൺഗ്രസ് മാർച്ചിനെതിരെ എല്ലാം തന്നെയും പോലീസ് അങ്ങനെ ഒരു വലിയ ലാത്തിച്ചാർജിലേക്കോ സംയമനം വിട്ടുള്ള ഒരു സാധാരണ നടക്കാറുള്ള പോലീസ് നടപടികളിലെ കാര്യങ്ങൾ പോകുന്നില്ല. ഉറപ്പായും അത് ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പോലീസിനെതിരെ കമ്പും കല്ലും രൂക്ഷമായി തന്നെ എറിയുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ അവിടെ നേതാക്കൾ ശ്രമിക്കുന്നുമുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്ത രീതിയിലും പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട്ടെയും കൊച്ചിയിലെയും ഒക്കെ പ്രതിഷേധം. പോലീസ് ഇവിടെ 4 തവണയാണ് ജലപീരങ്കി പ്രയോഗം നടത്തിയത്. ആ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ആലോചന. യൂത്ത് കോൺഗ്രസിന് മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ ഒന്നാകെയുള്ള ആലോചന. അതിന്റെ ഭാഗമായി കൂടിയാണ് പ്രതിപക്ഷ നേതാവ് രാവിലെ വാർത്താ സമ്മേളനം വിളിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം കാര്യങ്ങൾ പറയും. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അന്വേഷണമൊക്കെ അതിന്റെ കൂട്ടത്തിൽ വന്നുവെന്നേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിലും അതിൽ പ്രതിഷേധിക്കുന്നവർക്ക് നേരെയുള്ള പോലീസ് നടപടികളും പ്രതിഷേധിക്കാനാണെന്ന് രാവിലെ പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ പ്രതിപക്ഷം ഏറ്റെടുത്ത ഒരു സമരമായി മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റും അതിനെ തുടർന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സമരമാർഗങ്ങളും. അശ്വിൻ പാലാഴിയായിരുന്നു. അശ്വിൻ, പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല, സംഘർഷ സാഹചര്യം അങ്ങനെ നിലനിൽക്കുകയും ചെയ്യുന്നു. തീർച്ചയായും ഹാഷ്മി, വലിയ സംഘർഷഭരിതമായ രംഗം തന്നെയാണ് ഇപ്പോൾ ഈ എറണാകുളത്തുള്ളത്. നിലവിൽ 500-ലധികം പ്രവർത്തകരാണ് യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും ഒക്കെയായി എത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിലടക്കം വലിയ രീതിയിലുള്ള കല്ലേറാണ് ഉണ്ടായത്. വരുൺ, അതായത് ജലപീരങ്കിക്ക് നേരെ രൂക്ഷമായ കല്ലേറുണ്ടായി. അതിന്റെ ബീക്കൺ ലൈറ്റ് അടക്കം
തകരുന്ന രീതിയിലേക്കാണ് കല്ലേറുണ്ടായത്. ഒപ്പം ആദ്യഘട്ടത്തിൽ കൊടി കെട്ടിയ കമ്പുമെല്ലാം പോലീസിന് നേരെ വലിച്ചെറിഞ്ഞു. 4 ഘട്ടമാണ്, 4 തവണയാണ് ഈ ബാരിക്കേഡ് 4 തവണയാണ് ഈ കല്ലേറുണ്ടായത്. അതിനൊപ്പം തന്നെ 4 കല്ലേറിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ആംബുലൻസ് വഴി കടത്തിവിടാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ആംബുലൻസ് ഏതാണ്? ഈ ആംബുലൻസ് ഈ പരിക്കേറ്റവരെ കൊണ്ടുവന്നാണോ അതോ അല്ലാത്തൊരു ആംബുലൻസിനെ പോലും വഴി കൊടുക്കുന്നില്ല യൂത്ത് കോൺഗ്രസ്? അങ്ങനെ മനസ്സിലാക്കണം ആവശ്യമാണ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ആംബുലൻസ് ഇപ്പോൾ തിരികെ പോവുകയാണ്. പ്രവർത്തകരെ കണ്ടുകൊണ്ട് അത് മറച്ചിടാൻ കഴിയാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ കെട്ടിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ആംബുലൻസിന് പോകാൻ ബാരിക്കേഡ് മാറ്റുക എന്നുള്ളത് പ്രാവർത്തികമല്ല. അതുകൊണ്ട് ആംബുലൻസ് ഇപ്പോൾ മറ്റൊരു വഴി കടത്തിവിടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ പ്രതിഷേധം ഇപ്പോഴും അതുവഴി തന്നെ തുടരുകയാണ്. 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചു, എന്നിട്ടും പിന്മാറാൻ പ്രവർത്തകർ തയ്യാറായിട്ടില്ല. ബാരിക്കേഡിന് കെട്ടിയിരുന്ന കയറെല്ലാം തന്നെ അതിൽ പകുതിയോളം കയർ അഴിച്ചു മാറ്റാൻ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. ഒപ്പം പോലീസിന്റെ കയ്യിലുണ്ടായിരുന്ന ലാത്തുകൾ പിടിച്ചു വാങ്ങി പോലീസിനെതിരെ തന്നെ പ്രയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അത്തരത്തിൽ അതിരൂക്ഷമായ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമീപകാലത്തെങ്ങും ഈ കൊച്ചി കാണാത്തൊരു പ്രതിഷേധം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. കല്ലേർ ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജലപീരങ്കി വാഹനമായ വരുണിന്റെ ബീക്കൺ ലൈറ്റുകൾ ഈ കല്ലേറിൽ തകർന്നിട്ടുണ്ട്. 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഇനി ഒരു തവണ കൂടി പ്രയോഗിക്കാനുള്ള വെള്ളം അതിൽ അടുത്ത 5ാം ഘട്ടത്തിലേക്ക് ജലപീരങ്കി പ്രയോഗം പോവുകയാണ്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നു. 5ാം തവണ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. അത്തരത്തിൽ വീണ്ടും പ്രവർത്തകർക്ക് നേരെ വീണ്ടും ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. എന്നിട്ടും പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറാകാതെ പ്രവർത്തകർ അവിടെ തന്നെ നിലകൊള്ളുകയാണ്. 500-ലധികം പ്രവർത്തകരാണ് പ്രതിഷേധം എത്തിയത്. നേരത്തെ ജില്ലയുടെ പല കോണുകളിൽ നിന്നും പ്രതിഷേധത്തിനായി ആളുകൾ എത്തിയിട്ടുണ്ട്. നേരത്തെ മുൻകൂട്ടി കൃത്യമായ സംഘാടനത്തോടു കൂടി നടത്തുന്ന പ്രതിഷേധമാണ്. അതുകൊണ്ട് വലിയ തോതിൽ ആളുകൾ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പ്രവർത്തകർ എപ്പോഴും ജലപീരങ്കിക്ക് മുന്നിൽ തടിച്ചുകൂടി അല്ലെങ്കിൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പോലീസിന്റെ ജലപീരങ്കിക്ക് പോലും ഈ പ്രവർത്തകരെ പിന്മാറ്റാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള സാഹചര്യമില്ല. എപ്പോഴും വലിയ തോതിൽ തന്നെ അവർ സംഘടിച്ചു തന്നെ നിൽക്കുന്നു. ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയാൽ വീണ്ടും സംഘടിച്ചെത്താൻ നിരവധി പ്രവർത്തകർ ഈ പല കേന്ദ്രങ്ങളിലായി സംഘടിച്ചു നിൽക്കുന്നുണ്ട്. എല്ലാം തന്നെ ഈ ജലപീരങ്കി പ്രയോഗം പിന്നോട്ട് ബാരിക്കേഡ് മറിച്ചിടുകയാണ് ഹാഷ്മി. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമം തുടരുന്നു. രൂക്ഷമായ രീതിയിൽ പ്രതിഷേധം ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. പോലീസിന് തടുക്കാനാവാ. പോലീസ് ഇപ്പോഴും ഒരു ജലപീരങ്കി അല്ലാതെ മറ്റൊരു തരത്തിലേക്ക് പോലീസ് ഒരു ആക്ഷൻ ഇതുവരെ എടുത്തിട്ടില്ല. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ കല്ലേറുണ്ടായപ്പോൾ പോലും പോലീസ് ഇതുവരെ സംയമനം വിട്ടൊരു പ്രവർത്തനത്തിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനനുസരിച്ച് ഈ ജലപീരങ്കി പിന്നോട്ട് പോകുന്നതിനനുസരിച്ച് കൂടുതൽ പ്രവർത്തകർ ഇരച്ചെത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം തുടരുകയാണ്. അധികം വൈകാതെ തന്നെ നിലവിൽ സംഘടിച്ചു നിൽക്കുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള നീക്കങ്ങളിലേക്ക് പോലീസ് നീങ്ങും. ഈ മുതിർന്ന നേതാക്കളൊക്കെ ഈ വനിതാ പ്രവർത്തകരടക്കമുണ്ട്. അവരെല്ലാം തന്നെ ഈ ജലപീരങ്കി വാഹനം പിറകോട്ട് പോകുമ്പോൾ കൂടുതൽ ശക്തിയോടെ സംഘടിച്ചെത്തുകയാണ്. ആ കാഴ്ചകളാണ് കാണുന്നത്. ഇപ്പോൾ 5 തവണയാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. 6ാം തവണ കൂടി ജലപീരങ്കി പ്രയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം ഒരു പ്രവർത്തകർ പോലും ഇതുവരെ പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ തവണയും പോലീസിന്റെ പ്രതിരോധങ്ങളെ മറികടന്നുകൊണ്ട് അവർ കൂടുതൽ ഊർജ്ജത്തോടുകൂടി ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തുവാൻ വരികയാണ്. ആദ്യഘട്ടത്തിൽ ബാരിക്കേഡ് ചാടിക്കടക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് തുടരുകയാണ്. ചില പ്രവർത്തകർ ബാരിക്കേഡിന്റെ മുകളിലേക്ക് കയറുന്നുണ്ട്. അവിടെ നിന്നാണ് പോലീസിന് കല്ലേറുണ്ടാകുന്നത്. നിരവധി തവണ പ്രവർത്തകർ ഈ റോഡരികിൽ കിടന്ന കല്ലുകൾ പെറുക്കി എറിഞ്ഞു. ഒപ്പം ഈ കൊടി അടുത്ത കാലത്തൊന്നും കാണാത്തൊരു യൂത്ത് കോൺഗ്രസിനെ കേരളം കാണുന്ന ദിവസങ്ങളാണ്. ഇന്നലെ കണ്ണൂരും കോട്ടയത്തുമാണ്. ഇതിപ്പോൾ ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക സഹായങ്ങൾ വിഹിതങ്ങൾ അനുവദിക്കാതെ കേരളത്തിന് അനുവദിക്കപ്പെട്ട പദ്ധതി വീതം വെട്ടിക്കുറച്ച് കേരളത്തെ പൂർണ്ണമായി സാമ്പത്തികമായി ഞെരുക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികളുണ്ട്. അതിനെതിരായി കേരളത്തിലെ ജനങ്ങളെ ആകെ അണിനിരത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേരള താൽപര്യത്തിൽ തൽപരരായിട്ടുള്ള എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു ശക്തമായ നീക്കം നടത്തണമെന്നാണ്. ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോടാണ് പ്രതിബദ്ധത. ആ ജനകീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങൾ എല്ലാവരുടെയും സഹകരണങ്ങളും സഹായങ്ങളും സ്വീകരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായി മുഖ്യമന്ത്രിക്ക് കേരളത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ അങ്ങേയറ്റം പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുകയും കത്തെഴുതുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് തികച്ചും ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് പ്രതിപക്ഷ നേതാക്കളെ എന്ന് പറഞ്ഞാൽ വി ഡി സതീശനെയും
പി കെ കുഞ്ഞാലിക്കുട്ടിയെയും കേന്ദ്രാവഗണനയ്ക്കെതിരെ കേന്ദ്രം ഫണ്ട് നിഷേധിക്കുന്നതിനെതിരെ ഒരു സംയുക്ത പ്രതിഷേധത്തിലേക്ക് സർക്കാർ ആലോചിക്കുന്നുണ്ടായിരുന്നു, പ്രതിപക്ഷത്തെ ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏത് പശ്ചാത്തലത്തിലാണ് ചർച്ച എന്ന് പറയുകയായിരുന്നു ഇ പി ജയരാജൻ. അതൊരു സാധാരണ നീക്കമാണ് എന്ന് പറയേണ്ടി വരും. കാര്യം പ്രതിപക്ഷ സർക്കാർ ഏറ്റുമുട്ടൽ വളരെ രൂക്ഷമായി നിൽക്കുന്ന ഒരു സമയത്ത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പ്രതിപക്ഷ നേതാവിനെയും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ചർച്ചയ്ക്ക് വിളിക്കുക എന്നുള്ളത് അസാധാരണ നീക്കമാണ്. അതിനോട് പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതിപക്ഷ ഉപനേതാവിൻ്റെ പ്രതികരണം എന്താണ് എന്നാണ് ഇനിയിപ്പോൾ അറിയാനുള്ളത്. എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെ ആ മാർച്ച് ഇപ്പോഴും അവിടെ സംഘർഷഭരിതമായി തുടരുന്നു. അത് ഇന്നലെ കണ്ണൂരും കോട്ടയത്തുമാവട്ടെ, ഇന്നിപ്പോൾ പാലക്കാടും കൊച്ചിയിലുമാവട്ടെ, അടുത്ത കാലത്തൊന്നും കാണാത്ത വിധമുള്ള വലിയ സമരോത്സുകരായ യൂത്ത് കോൺഗ്രസിനെ കേരളം കാണുന്ന ദിവസങ്ങളാണ്. പോലീസിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. അതിന് കാരണം അവർ പറയുന്നത് അവരുടെ നേതാവ്, അവരുടെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതും അതിൽ അറസ്റ്റ് ചെയ്ത രീതി, പുലർച്ചെ വീട്ടിൽ പോയി ഒക്കെ പിടികൂടിയ രീതി ഒക്കെ അവരെ വലിയ പ്രതിഷേധത്തിന് പ്രകോപനത്തിനൊക്കെ കാരണമാകുന്നുണ്ട്. ആ പ്രകോപനത്തിൽ സമരം തുടരുകയാണ്. കേരളത്തിലെമ്പാടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് കൂടുതൽ സമരം ശക്തമാക്കാനാണ് തീരുമാനം. അതിൻ്റെ ഭാഗമായാണ് വിവിധ ജില്ലകളിൽ കളക്ടറേറ്റിലേക്കുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച്. അത് എല്ലാ ജില്ലകളിലും അത്യാവശ്യം വലിയ പ്രവർത്തക പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന് എന്നെടുത്ത് പറയണം. ഇന്നലെ ക്ലിഫ് ഹൗസിലേക്കുള്ള മാർച്ചിലും വലിയ പ്രവർത്തക പങ്കാളിത്തം കണ്ടു. തീപ്പന്തങ്ങൾ എത്തിയായിരുന്നു അവിടെ പ്രതിഷേധങ്ങൾ അപ്പോൾ അങ്ങനെ തുടരുകയാണ്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം ജയിൽ മോചിതനാകും വരെ പ്രതിഷേധം തുടരാനാവണം യൂത്ത് കോൺഗ്രസിൻ്റെ ആലോചന. മുഖ്യമന്ത്രിയുടെ മകൾക്ക് അന്വേഷണ കുരുക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനി എക്സാലോജിക്കിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു കേന്ദ്രം. വിശദാന്വേഷണത്തിന് 3-അംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിച്ചു. 4 മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. വീണ വിജയന്റെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡും CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം. മാസപ്പടി വിവാദത്തിലെ ആദായനികുതി ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും അന്വേഷണമുണ്ട്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതോടെയാണ് വിശദമായ അന്വേഷണമെന്നാണ് ഉത്തരവിലുള്ളത്. ആരോപണങ്ങൾക്ക് അവ്യക്തവും ഒഴിഞ്ഞുമാറുന്നതുമായ മറുപടികളാണ് CMRL എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയത്. KSIDC മറുപടി പോലും നൽകിയില്ല എന്നും വെള്ളിയാഴ്ച ഇറങ്ങിയ ഉത്തരവിൽ ഉണ്ട്. ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന PV പിണറായി വിജയൻ തന്നെയാണെന്ന് പരാതിക്കാരനായ കേരള ജനപക്ഷം നേതാവ് ഷോൺ ജോർജ് പറഞ്ഞു. ഒരു കാര്യം കൂടെ പറയാം, എനിക്കെന്തെങ്കിലും സംഭവം ഇതിന് പെറ്റീഷൻ കൊടുത്ത പലരും ആത്മഹത്യ ചെയ്തായി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നേരത്തെ പറയാണ്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ ആരെങ്കിലും തട്ടിക്കളഞ്ഞാൽ തന്നെ, എന്നെ ആരെങ്കിലും അപായപ്പെടുത്തിയാൽ തന്നെ ഈ കേസ് മുമ്പോട്ട് പോകാൻ 5 പേരെ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ BS, ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ KM ശങ്കരനാരായണൻ, ROC പോണ്ടിച്ചേരിയിൽ നിന്നും A ഗോകുൽനാഥ് എന്നിവർക്കാണ് അന്വേഷണ ചുമതല. 24 ഡൽഹി. രഘുനന്ദൻ പറയുകയാണ്, പച്ചക്കറികൾക്ക് പൊതുവിപണിയേക്കാൾ ഹോർട്ടികോർപ്പിൽ വില കൂടുതലാണ്. ഇത് പരിശോധിക്കുക. രഘുനന്ദനും തിരുവല്ലവാരം പറയുന്നു. അവിടെ താഴെ വേറൊരു പക്ഷം രാജേന്ദ്രൻ വയല പറഞ്ഞു, ഈ സമരങ്ങൾക്കിടയിൽ ജനകീയ പ്രശ്നങ്ങൾ വിസ്മരിക്കുന്നു. സപ്ലൈകോ കാലി, വിലക്കയറ്റം രൂക്ഷം, നികുതി ഭാരം വർദ്ധിക്കുന്നു, സർക്കാർ ഹോസ്പിറ്റലുകൾ മരുന്നില്ല, ആരും സമരം ചെയ്യാനില്ല എന്നൊക്കെയുള്ള ജനകീയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രേക്ഷകരുമുണ്ട് മറ്റ് രാഷ്ട്രീയ കമന്റുകൾക്കിടയിൽ. ഓക്കെ, എന്തായാലും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരായ കേന്ദ്ര അന്വേഷണത്തിൽ പ്രതികരിക്കാതെ CPIM നേതാക്കൾ. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കാനുള്ള BJP നീക്കമായാണ് അന്വേഷണത്തെ CPIM വിലയിരുത്തുന്നത്. എന്നാൽ CPIM BJP ധാരണ പ്രകാരം അന്വേഷണം തെരഞ്ഞെടുപ്പിന് മുൻപ് നിലയ്ക്കുമെന്നാണ് പ്രതിപക്ഷ ആരോപണം. മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനത്തിനെതിരായ ആരോപണത്തിൽ തൽക്കാലം പ്രതികരിക്കേണ്ടെന്നാണ് CPIM നേതാക്കളുടെ നിലപാട്. മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും നിലപാട് വ്യക്തമാക്കിയ ശേഷമാകും മറ്റ് നേതാക്കളുടെ പ്രതികരണം. സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ പാർട്ടി സെക്രട്ടറി തന്നെ വ്യക്തത വരുത്തും. എക്സാലോജിക്കിനെതിരായ കേന്ദ്ര അന്വേഷണത്തെക്കുറിച്ച് അറിയില്ലെന്ന LDF കൺവീനർ EP ജയരാജൻ. എക്സാലോജിക്കിനെതിരായ കേന്ദ്ര അന്വേഷണത്തിൽ പ്രതികരിക്കാൻ മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും P രാജീവും തയ്യാറായില്ല. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അന്വേഷണത്തെപ്പറ്റി അറിഞ്ഞിട്ടില്ലെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. എക്സാലോജിക്കിനെതിരായ അന്വേഷണം തെരഞ്ഞെടുപ്പിന് മുമ്പ് നിലയ്ക്കുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൊതുമരാമത്ത് മന്ത്രിയുടെ നാവ് ഉപ്പിലിട്ടോ എന്ന് സംശയമുണ്ടെന്നും പരിഹാസം. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതിനെ കുറിച്ച് അത് അവസാനം എന്ത് സംഭവിക്കും എന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം തെരഞ്ഞെടുപ്പിന്റെ പരിപാടിക്കലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ അന്വേഷണം എത്രത്തോളം മുന്നോട്ട് പോകുമെന്നതിൽ സംശയമുണ്ടെന്ന് K മുരളീധരൻ MPയും പ്രതികരിച്ചു.
ഒത്തുതീർപ്പ് ശ്രമത്തിന്റെ ഭാഗമാണ് അന്വേഷണമെന്നും കെ മുരളീധരൻ MP ആരോപിച്ചു. 24 തിരുവനന്തപുരം. എക്സാലോജിക്കിനെതിരായ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന് LDF കൺവീനർ EP ജയരാജൻ. കേന്ദ്ര സർക്കാർ ഗവൺമെന്റ് ഏജൻസികളെ രാഷ്ട്രീയ താൽപര്യത്തിന് വേണ്ടി ദുരുപയോഗിക്കുകയാണ്. അതിന്റെ തെളിവുകൾ നമുക്ക് മുന്നിലുണ്ടെന്നും EP ജയരാജൻ പറഞ്ഞു. ഇത് ഇന്ത്യയിൽ BJP എല്ലാ ഏജൻസികളെയും അവരുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി വഴിവിട്ട് ഉപയോഗിക്കുന്നു. ഇത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ മുമ്പിലുള്ള ചരിത്രം. അഖിൽ ഷാ അൻസാർ ഒരുങ്ങണമേ. അഖിൽ ഷാ, രാജ്യവ്യാപകമായ അത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാടുണ്ട് ED അടക്കമുള്ള അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ വേട്ടയ്ക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഇതിനും കാരണമെന്ന് EP ജയരാജൻ പറയുകയാണോ? കാര്യം അതിൽ വന്നിട്ടുള്ള ഏക പ്രതികരണം EP യുടെ പ്രതികരണം മാത്രമാണ്. ഹഷ്മി, അങ്ങനെ തന്നെയാണ് LDF കൺവീനർ EP ജയരാജനും പറയുന്നത്. അതായത് ഈ ED അന്വേഷിച്ച അല്ലെങ്കിൽ EDയുടെ അന്വേഷണ പരിധിയിൽ നേരത്തെ ഉണ്ടായ ചില കേസുകൾ ഉദാഹരണമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ EP ജയരാജൻ ഇക്കാര്യത്തിൽ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ സോണിയാഗാന്ധിക്കെതിരായ, പ്രിയങ്ക ഗാന്ധിക്കെതിരായ, ഇവർക്കൊക്കെ എതിരായ കേസുകൾ ഇപ്പോൾ ഏത് നിലയിൽ നിൽക്കുന്നുള്ളൊരു ചോദ്യമാണ് EP ജയരാജൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ ഇത്തരത്തിലുള്ള അന്വേഷണം അത് രാഷ്ട്രീയ പ്രേരിതമാണ്. നേരത്തെയും കേന്ദ്ര സർക്കാർ ED ഉപയോഗിച്ച് ഇത്തരം നടപടികൾ സംസ്ഥാന സർക്കാരിനെതിരെ ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റ് നേതാക്കൾക്കെതിരെ, അതായത് അവരുടെ ശത്രുക്കളായ നേതാക്കൾക്കെതിരെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമായ ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും EP ജയരാജൻ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും വലിയ വിമർശനം തന്നെയാണ് EPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അഖിൽ ഷാൻ സാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ CPM നേതാക്കളൊന്നും അധികം പ്രതികരിക്കേണ്ടതില്ല എന്നാണ് തീരുമാനമെന്ന് തോന്നുന്നു. അപ്പോൾ EP ജയരാജൻ LDF കൺവീനർ പറയുകയാണ് അത് കേന്ദ്ര ഏജൻസികളുടെ ഇത്തരത്തിൽ പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ ഉപദ്രവിക്കുന്നതിന്റെ ഭാഗമായുള്ള നീക്കം തന്നെയാണ് എക്സാലോജിക്കെതിരായ അന്വേഷണമെന്നും EP ജയരാജൻ പറയുകയാണ്. അജീഷ് പറയുന്നു, ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒടുവിലത്തെ സ്ഥാനമേ ഉള്ളൂ. അവർക്കൊക്കെ സ്വജനപക്ഷപാതവും സ്വന്തം നേട്ടവും പിന്നെ സമരങ്ങളും കഴിഞ്ഞിട്ടേ ജനങ്ങളുടെ കാര്യം നോക്കാനുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഭരണപ്രതിപക്ഷങ്ങൾ ജനകീയ പ്രശ്നങ്ങൾ എത്രത്തോളം ഇടപെടുന്നു എന്നതിലേക്ക് കണ്ണ് തുറക്കാനുള്ളൊരു കമൻറ്റാണ് എന്ന് തോന്നുന്നു. പുഷ്പാകരൻ പറയുന്നു, സപ്ലൈകോ സബ്സിഡി ഇല്ല, നെയിം ചേഞ്ച് സൂപ്പർ മാർക്കറ്റ് നാക്കണം എന്ന് പറയുകയാണ്. ഇർഷാദ് പുൽവോട്ട പറയുന്നു, ഹായ് ഹാഷ്മി, നല്ല പനി എന്ന് പറയുകയാണ്. പനിക്കാലമാണ്, ഒരുപാട് പേർക്ക് പനിയുള്ള സമയമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരുപാട് വെള്ളമൊക്കെ കുടിക്കുക, കൃത്യമായ റെസ്റ്റൊക്കെ എടുക്കുക, ആശുപത്രിയിൽ പോകേണ്ടവർ കൃത്യമായ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണുക, സ്വയം ചികിത്സ ഒഴിവാക്കുക എന്നേ പറയാനുള്ളൂ. കാര്യം കാലമാണ്, വല്ലാത്ത പനിയൊക്കെയുള്ള കാലമാണ്. കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷ പിന്തുണ തേടി സർക്കാർ. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ പ്രതിപക്ഷവുമായി ചർച്ച നടത്താൻ മുഖ്യമന്ത്രി. മറ്റന്നാൾ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി ചർച്ച നടത്തും. കേന്ദ്രത്തിനെതിരായ പ്രതിഷേധത്തിന് പ്രതിപക്ഷം സഹകരിക്കുന്നില്ലെന്ന് നവകേരള സദസ് വേദികളിൽ മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയതാണ്. കേരളത്തെ അവഗണിക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ ഒരു ഘട്ടത്തിലും സംസാരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. കേരളത്തിന് വേണ്ടി ശബ്ദിക്കാൻ തയ്യാറായിട്ടില്ല. എന്തോ കേരള വിരുദ്ധ മനസ്സിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് കോൺഗ്രസും UDF. പല വിധത്തിൽ കേന്ദ്രം സംസ്ഥാനത്തെ വീർപ്പുമുട്ടിച്ചിട്ടും അതിനെതിരെ ശബ്ദമുയർത്താൻ പ്രതിപക്ഷം സർക്കാരുമായി സഹകരിക്കുന്നില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ആക്ഷേപം. നവകേരള സദസ്സ് വേദികളിൽ സർക്കാർ അത് രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തു. ഇതിനിടെയാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷവുമായി ചർച്ചയ്ക്കൊരുങ്ങുന്നത്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് VD സതീശൻ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി ചർച്ച നടത്തും. കേന്ദ്രത്തിനെതിരെ സർക്കാർ നടത്താനിരിക്കുന്ന നീക്കങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ പിന്തുണ തേടും. കേന്ദ്ര സമീപനത്തെ വിമർശിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടും പ്രതിപക്ഷം ആക്ഷേപമായി ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമുള്ള പ്രതിപക്ഷ നിലപാട് നിർണായകമാകും. 24 തിരുവനന്തപുരം. അബ്ദുറഹ്മാൻ സാമ്പിക്കൽ പറയുന്നു, ഡിയർ ഹാഷ്മി, ഗുഡ് ആഫ്റ്റർനൂൺ, താങ്ക് യു. പാലക്കാട് മലമ്പുഴ ധോണി ഭാഗത്ത് കാട്ടാനക്കൂട്ടം കറങ്ങി നടക്കുകയാണ്. ഇതിനെക്കുറിച്ച് ന്യൂസ് ഉണ്ടായിരുന്നു ചേട്ടാ, ന്യൂസ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അത് പുതിയ കാര്യമല്ല. അവിടെ ധോണി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ കാട്ടാനക്കൂട്ടത്തിനാണ് ഓർമ്മ വരിക. അവിടുത്തെ ആൾക്കാർ പാവം, അല്ല എന്താണ് പറയുക. ഉഷാ സുഹിത്ത് പറഞ്ഞു, SFIയുടെ സമരവീര്യത്തെപ്പറ്റി പുകഴ്ത്തി യൂത്ത് കോൺഗ്രസിനെ പിരികേറ്റി വിട്ട ഹാഷ്മിയാണ് രാഹുലിനെയും കൂട്ടരെയും ജയിലിലാക്കിയതിൻ്റെ ഉത്തരവാദി എന്നാരോപിച്ചാൽ എങ്ങനെ പ്രതികരിക്കും എന്ന് ചോദിക്കാൻ ഉഷ. അങ്ങനൊന്നുമില്ല, നമ്മൾ ഇവർ രാഷ്ട്രീയക്കാരല്ലേ, രാഷ്ട്രീയക്കാർ നമ്മളെയൊക്കെ കേട്ട് നമ്മുടെ അഡ്വൈസ് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ല. അവർക്ക് അവരുടേതായ ഒരു ആക്ഷൻ, ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാകും. നമ്മൾ കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. അല്ല നമ്മൾ അതിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ടാവും, എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സീറ്റ് മോഹം തുറന്നു പറഞ്ഞ് V മുരളീധരൻ.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ മത്സരിക്കാനുള്ള താല്പര്യം തുറന്നു പറഞ്ഞു കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേരളത്തിൽ നിന്ന് ഇത്തവണ BJPക്ക് MP ഉണ്ടാകുമെന്നും വി മുരളീധരൻ 24നോട് പറഞ്ഞു. സിൽവർ ലൈൻ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നും വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു. കൈവെട്ട് കേസിലെ ആ മുഖ്യപ്രതി സവാദിനെ സംരക്ഷിച്ചത് CPM ആണെന്നും 24 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ വി മുരളീധരൻ കുറ്റപ്പെടുത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലമാണ് താൽപര്യമെന്ന് 24 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ തുറന്നു പറഞ്ഞു. എനിക്ക് ഏറ്റവും മത്സരിക്കാൻ താല്പര്യമുള്ള മണ്ഡലം ആറ്റിങ്ങലാണ്. പക്ഷേ അവസാനത്തെ തീരുമാനം പാർട്ടിയുടേതാണ്. താങ്കൾ സജ്ജമായി കഴിഞ്ഞു? ഞാൻ സജ്ജമാണ്. കേരളത്തിൽ നിന്ന് BJPക്ക് ഇത്തവണ MP ഉണ്ടാകും. വിജയം ഉറപ്പിക്കാനാണ് പ്രധാനമന്ത്രി തൃശൂരിലെത്തുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്രാനുമതി ലഭിക്കില്ലെന്ന് 100% ഉറപ്പാണ്. റെയിൽവേ മന്ത്രിയുമായിട്ട് റെയിൽവേ വകുപ്പിലെ പ്രധാനപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞാൻ ചർച്ച ചെയ്തു. അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്കിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് ഇത് നടക്കില്ല. അതായത് കേന്ദ്ര അനുമതി കിട്ടില്ല. താങ്കൾ തീർത്തു പറയുകയാണ്? 100%. സിൽവർ ലൈൻ കേരളത്തിൽ വരില്ല. ആവശ്യമില്ല. കൈവെട്ട് കേസിലെ മുഖ്യപ്രതി സവാദിനെ ഒളിപ്പിച്ചത് CPIMന്റെ അറിവോടെയാണെന്നും വി മുരളീധരൻ ആരോപിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തന മേഖലയായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരാളെക്കുറിച്ച് അവർക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിശ്വസനീയമാണ്. പാർട്ടി ഗ്രാമങ്ങളാണ് അവിടെ. ആ പാർട്ടി ഗ്രാമത്തിൽ അവർക്ക് പരിചയമില്ലാത്ത ഒരാൾ 13 വർഷം താമസിച്ചിട്ട് അവരൊന്നും അന്വേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഈ പറയുന്ന നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അയോധ്യ വിഷയത്തിൽ ലീഗും സമസ്തയും കോൺഗ്രസിനെ പേടിപ്പിച്ചെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തി. സമസ്തയും ലീഗും പക്വമായ നിലപാടാണ് സ്വീകരിച്ചതെന്നായിരുന്നു ഇതിന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. പക്വതയേറിയ തീരുമാനമാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഈ സയ്യദ് ജഫ്രി തങ്ങളും ഒക്കെ എടുത്ത തീരുമാനം. കാരണം ഒരു മുറിവും ഉണ്ടാക്കരുത്, ഒരു പോറൽ പോലും കേരളത്തിന്റെ ശരീരത്തിന് ഏൽക്കരുത് എന്നുള്ള ചിന്തയിൽ നിന്നാണ് അവരത് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് 24. ഒരു പ്രശ്നം പറയുന്നുണ്ട്, ഇവിടെ ആംബുലൻസ് സമരത്തിനിടയിലൂടെ വിട്ടത് പോലീസ് ചെയ്ത തെറ്റ്, എന്നാൽ കോൺഗ്രസ് ആംബുലൻസ് മുടക്കി വിട്ടത് അതിനേക്കാൾ വലിയ തെറ്റ്. ഒരു ആംബുലൻസ് നമ്മൾ ആ സമര സമയത്ത് ഒരു ആംബുലൻസ് വരുന്നതും മടങ്ങിപ്പോകുന്നതും കണ്ടിരുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് അവിടുത്തെ റിപ്പോർട്ടർ ഒന്നുകൂടി ചോദിക്കണം. കാര്യം അവിടെ ബാരിക്കേഡൊക്കെ ഉണ്ട്. ബാരിക്കേഡ് മാറ്റാതെ ആംബുലൻസിന് പോകാൻ കഴിയുമായിരുന്നു എന്നറിയില്ല. എന്തായാലും ആംബുലൻസിനോട് അത്തരത്തിൽ ആംബുലൻസാണ് എന്താ പറയുക അടിയന്തര സാഹചര്യത്തിൽ പോകുന്നതാണ്. അപ്പോൾ എന്ത് സമരമുണ്ടെങ്കിലും അതിനോടൊരു ഇളവ് കൊടുക്കാവുന്നതാണ്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കേണ്ടതുമാണ്. പാർട്ടി പറഞ്ഞാൽ കോട്ടയത്ത് മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് നേതാവ് PC തോമസ്. മുൻപ് മത്സരിച്ചതിനാൽ മണ്ഡലം തനിക്ക് പരിചിതമാണ്. സ്ഥാനാർത്ഥിയുടെ പ്രായമല്ല വിജയസാധ്യതയാണ് പ്രധാനമെന്നും PC തോമസ് 24നോട് പറഞ്ഞു. UDF സീറ്റ് വിഭജനത്തിൽ കോട്ടയം ലോക്സഭാ മണ്ഡലം കേരള കോൺഗ്രസിന് തന്നെ ലഭിക്കുമെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ പല നേതാക്കളും സ്ഥാനാർത്ഥിയാകാനുള്ള താൽപ്പര്യവുമായി രംഗത്തുണ്ട്. PC തോമസ് തന്നെയാണ് ആദ്യം അവകാശവാദം ഉന്നയിച്ചത്. മുൻപ് മത്സരിച്ചിട്ടുള്ളതിനാൽ കോട്ടയം മണ്ഡലം തനിക്ക് പരിചിതമാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും PC തോമസ്. 7 സീറ്റ് മതി ഒരു പാർലമെന്റ് മണ്ഡലത്തിന്. അപ്പോൾ 10 സീറ്റ് മത്സരിച്ച ഒരു കക്ഷി എന്നുള്ള നിലയ്ക്ക് ന്യായമായിട്ടും കേരള കോൺഗ്രസിന് ഒരു അർഹതപ്പെട്ട ഒരു സീറ്റാണ്. പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. പാർട്ടി തീരുമാനിച്ച് പാർട്ടി പറയുകയാണെങ്കിൽ പാർട്ടി പറയുന്നത് കേൾക്കുന്ന ഒരാളാണല്ലോ പാർട്ടിക്കാരൻ. ഞാൻ അങ്ങനെ ഒരാളാണ്. സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യത മാത്രമാണ് പാർട്ടി പരിഗണിക്കുന്നത്, അല്ലാതെ മുതിർന്നയാളാണോ ചെറുപ്പക്കാരനാണോ എന്നല്ലെന്നും PC തോമസ് പറഞ്ഞു. ഒരു സീറ്റ് എന്ന ആവശ്യമാണ് കേരള കോൺഗ്രസ് UDFൽ ഉന്നയിച്ചിരിക്കുന്നത്. കോട്ടയം തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും PC തോമസ് പറഞ്ഞു. 24 കൊച്ചി. അപ്പോൾ ഇനിയിപ്പോൾ മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഏത് സമയവും തീയതി പ്രഖ്യാപിക്കപ്പെടാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള സീറ്റ് ചർച്ചകൾ, മുന്നണി ചർച്ചകൾ, അനൗദ്യോഗിക ചർച്ചകൾ, വിജയസാധ്യത, അങ്ങനെ പാർട്ടികളുടെ അകത്തളങ്ങളിൽ ചർച്ചകൾ കൂടുതൽ സജീവമാകുന്ന സമയവുമാണ്. വാർത്തകൾ പ്രതീക്ഷിക്കാം ഇനിയും അത്തരത്തിലുള്ളത്. ഗവർണർക്കെതിരെ മന്ത്രി P രാജീവിന്റെ പരിഹാസം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വിമർശിച്ച് മന്ത്രി P രാജീവ്. ഗവർണർ ആലങ്കാരിക പദവി മാത്രമാണ്. നിയമസഭയിൽ ബില്ല് പാസ്സാക്കി അയച്ചാൽ പിന്നീട് വിശദീകരണം തേടേണ്ട കാര്യം ഗവർണർക്കില്ല എന്നും മന്ത്രി P രാജീവ് പറയുന്നു. ഗവർണർ പറയാണ് ബില്ല് പാസ്സാക്കിയിട്ട് അത് എനിക്ക് വേണ്ടത്ര തൃപ്തിപരമായ വിസ്തീർണം കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് വിസ്തീർണം നൽകേണ്ട ഉത്തരവാദിത്തമില്ല. ആസ് എ ഹോം മിനിസ്റ്ററാണ് എനിക്ക് ഉത്തരവാദിത്തമില്ല. കാരണം എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ സ്വതന്ത്രമായ സംവിധാനങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടന 167 മുഖ്യമന്ത്രിയുടെ ചുമതല. ആർട്ടിക്കിൾ 200 പറയുന്നത് ഗവർണർക്ക് എന്തെങ്കിലും പിന്നെ മാറ്റം വരുത്തണമെങ്കിൽ യു ഷുഡ് സെൻഡ് ഇറ്റ് ബാക്ക് ടു ദ ലെജിസ്ലേച്ചർ, നോട്ട് ടു ദ ചീഫ് മിനിസ്റ്റർ, നോട്ട് ടു ദ എക്സിക്യൂട്ടീവ്, ടു ദ ലെജിസ്ലേച്ചർ. വളരെ വ്യക്തമാണ് ഭരണഘടന. പക്ഷേ ഈ ഭരണഘടന വായിക്കാൻ ഈ യാത്രയുടെ തിരക്ക് മൂലം പല ഗവർണർമാർക്കും കിട്ടുന്നില്ല.
ലാൽകൃഷ്ണ പറയുകയാണ്, ആര് ഭരിച്ചാലും ജോലിക്ക് പോയാൽ നമുക്ക് ജീവിക്കാം എന്ന് പറയുകയാണ് ലാൽകൃഷ്ണ. ജേക്കബ് സെബാസ്റ്റ്യൻ പറയുന്നു, കേരളത്തിലെ ജനങ്ങൾക്ക് വേഗത്തിൽ ലക്ഷ്യത്തിലെത്താനുള്ള അവകാശമാണ് ഇവർ തകർക്കുന്നത്. എനിക്ക് കേരളയെ കുറിച്ചുള്ള കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെ പ്രതികരണമാണെന്ന് തോന്നുന്നു. കേരളയിൽ വേണം, പക്ഷേ അത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ അതിവേഗതയിലെ യാത്ര കേരളത്തിനും അവകാശമാണ്. പക്ഷേ അതിന് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കൂടി വിശ്വാസത്തിലെടുത്ത് മുഖവിലക്കെടുത്ത് അവരെ കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി വേണം അത് മുന്നോട്ട് പോകാൻ നമ്മൾ ആദ്യം മുതലേ പറയുന്നതാണ്. വേറൊരു പ്രേക്ഷകൻ പറയുകയാണ്, ജോസ് പന്തളത്ത് പോകുന്നില്ലെന്ന് ചോദിച്ചായിരുന്നു. പോകണം, പന്തളത്ത് പോകാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ നാടല്ലേ, നാട് വിട്ട് കളിയുണ്ടോ? അപ്പോൾ ഓക്കെ. അപ്പോൾ അടുത്തൊരു വാർത്ത, കോൺഗ്രസിൽ തലമുറ മാറ്റം വേണം എന്ന് പറയുന്നത് ആരാണ്? ചെറിയാൻ ഫിലിപ്പ്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ മുതിർന്ന നേതാവ് ചെറിയാൻ ഫിലിപ്പ്. പാർട്ടി രക്ഷപ്പെടണമെങ്കിൽ നേതൃത്വം യുവാക്കൾ പിടിച്ചെടുക്കണം എന്ന് ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ കുറിച്ചു. സംഘടനാ രംഗത്തും പാർലമെന്ററി രംഗത്തും തലമുറ മാറ്റം അനിവാര്യമാണെന്നും ചെറിയാൻ ഫിലിപ്പ് പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പെടുത്തിരിക്കെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്ന പ്രസ്താവനയാണ് ചെറിയാൻ ഫിലിപ്പിന്റേത്. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ ജനഹിതം മാനിച്ചുള്ള പുതിയ കർമ്മമാർഗങ്ങൾ സ്വീകരിക്കണമെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പ്. ഇതിനായി യുവാക്കൾ സംസ്ഥാന കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് എത്തണം. യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും വന്ധീകരിച്ചതാണ് കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണം. ഗ്രൂപ്പ് രാഷ്ട്രീയം സൃഷ്ടിച്ച ജീവനില്ലാത്ത സ്ഥിരം പ്രതിഷ്ഠകളെ തച്ചുടയ്ക്കുന്ന ബുൾഡോസറായി യൂത്ത് കോൺഗ്രസ് മാറണമെന്നും ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട്. യഥാർത്ഥത്തിൽ KSUവും യൂത്ത് കോൺഗ്രസും വന്ധീകരിക്കപ്പെട്ടു. അതിനെതിരെയാണ് ഞാൻ കോൺഗ്രസിൽ ശക്തമായി പോരാടിയത്. ഇപ്പോൾ കേരളത്തിലെ യൂത്ത് കോൺഗ്രസും KSUവും സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ്, എല്ലായിടത്തും പൊട്ടിമുളയ്ക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും ശക്തിപ്പെടുത്താതെ കോൺഗ്രസിന് രക്ഷയില്ല. കോൺഗ്രസ് അതാണ് ചെയ്യേണ്ടത്. സ്വന്തം സ്ഥാപിത താല്പര്യം മാത്രം സംരക്ഷിക്കുന്നവരാണ് കോൺഗ്രസിലെ ഗ്രൂപ്പ് നേതാക്കൾ. അവരുടെ അടിമകളായി യൂത്ത് കോൺഗ്രസ് വ്യക്തിത്വം ബലികഴിക്കരുതെന്നും ചെറിയാൻ ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MPമാർക്ക് തന്നെ കോൺഗ്രസ് ടിക്കറ്റ് നൽകിയേക്കുമെന്ന സൂചനകൾക്കിടെയാണ് പാർലമെന്ററി രംഗത്ത് തലമുറ മാറ്റമെന്ന ആവശ്യവുമായി ചെറിയാൻ ഫിലിപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. സമരമുഖത്ത് കോൺഗ്രസ് നിർജീവമെന്ന ആരോപണങ്ങൾക്കിടെയുള്ള മുനവെച്ച പോസ്റ്റ് പാർട്ടിയിൽ ചർച്ചയാകുമെന്നത് ഉറപ്പാണ്. തിരുവനന്തപുരത്ത് നിന്ന് അൽ അമീൻ, 24. ചെറിയാൻ ഫിലിപ്പിനെ സ്നേഹമുള്ളവർ ചെറിയാച്ചൻ എന്നാണ് വിളിക്കാറ്. അപ്പോൾ ചെറിയാച്ചൻ ഈ അത്തരത്തിൽ ഏത് പാർട്ടിയിൽ നിന്നാലും രാഷ്ട്രീയ വിമർശനം പതിവുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിലൂടെയും ഒക്കെ കാര്യമാത്ര പ്രസിദ്ധമായ കാര്യങ്ങൾ, മോഹമുക്തനായ രാഷ്ട്രീയക്കാർ എന്നൊക്കെ ചെറിയാൻ ഫിലിപ്പിനെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ രാഷ്ട്രീയ വിമർശനങ്ങളെയും രാഷ്ട്രീയ ചട്ടക്കൂടിന് അകത്ത് നിൽക്കാതെ തുടരുക എന്നുള്ളത് ചെറിയാൻ ഫിലിപ്പിൻ്റെ ഒരു രീതിയാണ്. അത് കാതുള്ളവർ കേൾക്കട്ടെ, അല്ല എന്താ കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ എന്ന നിലപാട് ആ വിഷയത്തിൽ, വിമർശന വിഷയത്തിൽ ചെറിയാൻ ഫിലിപ്പിനുണ്ട് താനും. ശ്രീലക്ഷ്മി പ്രകാശ് ചോദിക്കുന്നു, ഫുഡ് കഴിച്ചോ? ഇല്ല മോളെ, കഴിക്കണം. എൻ്റെ സമയം 2:30 പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഭക്ഷണം കഴിക്കുക. വളരെ പെട്ടെന്ന് തിരികെത്തും. ഒരുപാട് വാർത്തകൾ ഇനി ബാക്കിയാണ്. ശബരിമല അടക്കം ഇടവേള. വെൽക്കം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ അന്വേഷണത്തിലെ ഇപ്പോൾ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. AK ബാലൻ പറയുന്നുണ്ട്, പിന്നീട് പറയാം, കാര്യങ്ങൾ A to Z കാര്യങ്ങൾ പറയും, പക്ഷേ കാര്യങ്ങൾ പഠിച്ചിട്ട് പറയാമെന്ന് പറയുന്നുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മൾ കുറേ കണ്ടതല്ലേ എന്ന് ഉപയോഗിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയല്ലേ, ബാക്കി നേതൃത്വം പറയും, നമുക്ക് നോക്കാം എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നു. അപ്പോൾ ആ വിഷയത്തിൽ ഉള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രേക്ഷകൻ ജാസ്മിൻ ജെയ്വിൻ പറയുന്നത്, ഹാഷ്മി ബ്രോ എല്ലായിടത്തും വിലക്കയറ്റം രൂക്ഷം, അത് പറയാൻ എന്താ ഒരു മടി? ഒരു മടിയില്ലെന്നേ, അത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിലക്കയറ്റമാണ്. അത് സംസ്ഥാനത്ത്, അവിടെ രാജ്യത്ത് തന്നെ കേന്ദ്ര അടിസ്ഥാനത്തിൽ തന്നെ എത്രയോ വർഷത്തെ വലിയ റെക്കോർഡ് വിലക്കയറ്റത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതിനൊക്കെയിടയിൽ കഷ്ടപ്പെടുന്നത്, ബുദ്ധിമുട്ടുന്നത് പാവം സാധാരണ ജനമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് പറയാനൊരു മടിയില്ല. ഇനി ശബരിമല വാർത്തകൾ. മകരവിളക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് സന്നിധാനത്ത് അവലോകന യോഗം ചേർന്നു. മകരജ്യോതി ദർശനത്തിനായി ഒരുക്കിയ 10 വ്യൂ പോയിന്റുകളിൽ ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തി. സന്നിധാനത്ത് ഇന്നും തീർത്ഥാടകരുടെ തിരക്ക് കുറവാണ്. സന്നിധാനത്തിനു പുറമെ പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നത്. സന്നിധാനത്ത് ചേർന്ന യോഗത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. മകരവിളക്കിന് മുന്നോടിയായി ഏർപ്പെടുത്തിയ സുരക്ഷാ ക്രമീകരണങ്ങൾ DGP വിലയിരുത്തി. മകരജ്യോതി ദർശനം സാധ്യമാകാൻ 10 വ്യൂ പോയിന്റുകളാണ് സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത്. ഈ പ്രദേശങ്ങളിൽ തീർത്ഥാടകർ പർണശാലകൾ പണിതു തുടങ്ങി. മകരവിളക്കിന് 2500 പോലീസുകാർക്ക് പുറമെ 250 ഉദ്യോഗസ്ഥരെ കൂടി സന്നിധാനത്ത് നിയോഗിക്കും. കഴിഞ്ഞ വർഷത്തിന്റെ ഏകദേശം 900 ആൾക്കാർ, അതിൽ 4 SP-മാർ, 19 DYSP-മാർ, 15 ഇൻസ്പെക്ടർമാരടക്കം 1000 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടുതലായിട്ട് വിന്യസിക്കാൻ പോവുകയാണ്. ഇതിനിടെ ശബരിമലയിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ സേവനം ഒഴിവാക്കാൻ
ദേവസ്വം ബോർഡ് വനം വകുപ്പിന് കത്ത് നൽകി. ഉദ്യോഗസ്ഥർക്ക് താമസിക്കാൻ റൂമില്ലെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. 24 സന്നിധാനം. കൂടുതൽ വിവരങ്ങളുമായി അരുൺ പാറക്കൽ ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്നും. അരുൺ, ഇപ്പോൾ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് ആ തിരക്കുറവ് ഉണ്ടാവുന്നത്. മകരജ്യോതിക്ക് ആ തിരക്ക് നിയന്ത്രിക്കൽ സാധ്യമാകുമോ അരുൺ? ഹാഷ്മി, മകരജ്യോതിക്ക് വലിയ തിരക്ക് ഉണ്ടാവില്ലെന്നാണ് കഴിഞ്ഞ 2 ദിവസത്തെ തീർത്ഥാടകരുടെ എണ്ണം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ 1 മണിക്ക് നട അടച്ചിരിക്കുകയാണ്. നമുക്ക് ആ ഫ്ലൈ ഓവറിന്റെ ദൃശ്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും. തീർത്ഥാടകർ ഒന്നും തന്നെ അവിടെ ഇല്ല. അങ്ങിങ്ങായി വളരെ കുറച്ച് തീർത്ഥാടകർ മാത്രമാണ് ഉച്ചയ്ക്ക് ശേഷം ഈ സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത്. രാവിലെ പുലർച്ചെ മുതൽ ഇപ്പോൾ ഉച്ചവരെ 35,000 തീർത്ഥാടകർ മാത്രമാണ് 18ാം പടി കയറിയതെന്നാണ് പോലീസ് നൽകുന്ന കണക്ക്. എന്തായാലും തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. പക്ഷേ ഈ മകരജ്യോതി ദർശനം കണക്കാക്കിക്കൊണ്ട് പർണശാലയെ ഇവിടെ തീർത്ഥാടകർ തമ്പടിക്കുന്നുണ്ട്. ആ കണക്ക് നോക്കുകയാണെങ്കിൽ 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെയുള്ള തീർത്ഥാടകർ ഈ സന്നിധാനത്ത് പർണശാലകൾ കെട്ടി മകരജ്യോതി ദർശനത്തിനായി ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. അതിനനുസരിച്ചുള്ള സുരക്ഷാ വിന്യാസമാണ് ഇപ്പോൾ നിലവിൽ ഒരുക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. അതിനനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. 10 വ്യൂ പോയിന്റുകളാണ് ഈ മകരജ്യോതി ദർശനത്തിനായി ഒരുക്കിയിരിക്കുന്നത്. ആ 10 വ്യൂ പോയിന്റുകളിലും ശക്തമായ സുരക്ഷയുണ്ടാകും. തീർത്ഥാടകർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും പോലീസും ദേവസ്വം ബോർഡും മറ്റ് വകുപ്പുകളും ഒക്കെ നടത്തുന്നുണ്ട്. കൂടുതൽ ജീവനക്കാരെയൊക്കെ നിയോഗിക്കുന്നുണ്ട്. 2500 പോലീസുകാരെയാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് 1000 പോലീസുകാർ, പമ്പയും നിലയ്ക്കലൊക്കെ 1000 പോലീസുകാരെ കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 250 ഉദ്യോഗസ്ഥരെ സന്നിധാനത്ത് കൂടുതലായി നിയോഗിക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വനം വകുപ്പും ഫയർഫോഴ്സും ഒക്കെ കൂടുതൽ ജീവനക്കാരെ ഇവിടേക്ക് നിയോഗിക്കുന്നു. ദേവസ്വം ബോർഡ് ഈ തീർത്ഥാടകർക്ക് കുടിവെള്ളവും മറ്റ് കാര്യങ്ങൾക്കുമായി 350 ജീവനക്കാരെ കൂടുതലായി നിയോഗിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പഴുതടച്ച സുരക്ഷയാണ് സന്നിധാനത്തുള്ളത്. അതുമാത്രമല്ല, തീർത്ഥാടകർക്ക് സൗകര്യങ്ങളുമായി കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കുന്നു എന്നുള്ളതാണ്. പർണശാലകൾ കെട്ടിത്തുടങ്ങി. ഇനി നാളെയാവുമ്പോഴേക്കും തീർത്ഥാടകരുടെ എണ്ണം കൂടുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ ഒരു കണക്ക്. ഇപ്പോൾ നിലവിൽ സന്നിധാനത്ത് തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. ഹാഷ്മി. ഓക്കെ, അരുൺ പാറക്കലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ. ഇപ്പോൾ വരുന്നൊരു സങ്കടകരമായ വാർത്ത, നവജാത ശിശുവിന് ദാരുണാന്ത്യം എന്നുള്ളതാണ്. കടലുണ്ടി റെയിൽവേ ഗേറ്റിന് സമീപം പൂർണ്ണ ഗർഭിണിയായ കാൽനട യാത്രക്കാരെ കാറിടിച്ച് കുഞ്ഞു മരിച്ചു എന്നുള്ളതാണ്. കടലുണ്ടി കടവ് സ്വദേശി അനീഷ റാഷിദ് ദമ്പതികളുടെ നവജാത ശിശുവാണ് മരിച്ചത്. കഷ്ടമാണ്, സങ്കടമാണ്. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് തുടക്കം. പന്തളം രാജകുടുംബാംഗം മരിച്ചതിനെ തുടർന്ന് വലിയ കോയിക്കൽ ക്ഷേത്രത്തിലും കൊട്ടാരത്തിലും ആചാരപരമായ ചടങ്ങുകളില്ല. രാജപ്രതിനിധിയും ഘോഷയാത്ര അനുഗമിക്കുന്നില്ല. തിരുവാഭരണ ഘോഷയാത്രയ്ക്കിടെ ആഭരണപ്പെട്ടി തുറന്നുള്ള ആദ്യ ദർശനം ഇത്തവണ കുളനട ദേവീക്ഷേത്രത്തിലാണ്. മണികണ്ഠൻ ആൽത്തറയിലാണ് ആദ്യ സ്വീകരണം. വിവരങ്ങളുമായി മനീഷ് മഹിബാൽ കുളനട ക്ഷേത്രത്തിൽ ചേരുന്നുണ്ട്. മനീഷ്, എങ്ങനെയുണ്ട് ഭക്തജനത്തിരക്ക് അവിടെ കുളനട ക്ഷേത്രത്തിൽ? ഹാഷ്മി, ഇത്തവണ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിനേക്കാൾ ഏറ്റവും തിരക്ക് അവിടെ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള കുളനട ഭഗവതി ക്ഷേത്രത്തിലാണ്. നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കകം ദൃശ്യങ്ങളിൽ കാണാം. അവിടെ നിന്നും തിരുവാഭരണ പെട്ടി, അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണ പെട്ടി ഇവിടെയാണ് കൊണ്ടുവന്ന് ഇവിടെയാണ് ആദ്യം ഈ തിരുവാഭരണ ഘോഷയാത്രക്കിടെ ആദ്യമായി ദർശനം നടത്തുന്നത് ഇവിടെയാണ്. അവിടെ മരണാനന്തര ചടങ്ങുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്, മരണം സംഭവിച്ചതുകൊണ്ടാണ് അവിടെ ഇത്തവണ ലളിതമായ ചടങ്ങുകൾ മാത്രം നടത്തിയത്. മണികണ്ഠൻ ആൽത്തറയിലായിരുന്നു ആദ്യ സ്വീകരണം. മണികണ്ഠൻ ആൽത്തറയിലെ സ്വീകരണത്തിന് ശേഷമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം തിരുവാഭരണ പെട്ടി ഈ കുളനട ഭഗവതി ക്ഷേത്രത്തിന് മുൻപിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ പെട്ടി തുറന്ന് അതിലുള്ള തിരുവാഭരണങ്ങളൊക്കെ തന്നെ ഭക്തജനങ്ങൾക്ക് കാണുവാനുള്ള സൗകര്യങ്ങൾ ഇവിടെയാണ് ആദ്യം ഒരുക്കുന്നത്. വലിയ ഭക്തജനത്തിരക്ക്, അതായത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം എത്തിയിട്ടുള്ള ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകളാണ് ഇത് കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതിനെ അനുഗമിക്കുന്നത് തിരുവാഭരണ ഘോഷയാത്ര പേടക വാഹന സംഘത്തെ പന്തളം കൊട്ടാരം നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു. ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയാണ് തിരുവാഭരണ പേടകം ശിരസിലേറ്റുന്നത്. മരുതവര ശിവൻകുട്ടി പൂജാപാത്രങ്ങൾ അടങ്ങുന്ന പെട്ടിയും കിഴക്കേത്തോട്ടത്തിൽ പ്രതാപൻ നായർ കൊടിപ്പെട്ടിയും ശിരസിലേറ്റും. അത്തരത്തിൽ ഇവിടെ ഏകദേശം ഒരു 20 മിനിറ്റോളം സമയം ഈ കുളനട ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ അതിൻ്റെ തെക്കേ നടയിൽ പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന പന്തലിലാണ് ആളുകൾക്ക് ഈ പെട്ടി തുറന്ന് തിരുവാഭരണം കാണാനുള്ള സൗകര്യം, ദർശനം നടത്താനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. തിരുവാഭരണത്തിനകത്തുള്ള പേടകത്തിനകത്തുള്ള തിരുവാഭരണം നമുക്ക് പകർത്താനുള്ള അവകാശം നമുക്കില്ല, അത് പകർത്താൻ സാധിക്കുകയില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരുപാട് ആളുകൾ ക്യൂ നിന്ന് വേണം
ഇവിടെ എത്തി തിരുവാഭരണ കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ. നേരത്തെ ഇവരൊക്കെ തന്നെ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലും ഒപ്പം തന്നെ പന്തളം രാജകൊട്ടാരത്തിലും മണികണ്ഠൻ ആൽത്തറയിലും ഒക്കെ തന്നെ തടിച്ചുകൂടേണ്ടിയിരുന്ന ആളുകളാണ്. ഇത്തവണ അവിടുത്തെ ചടങ്ങുകളൊക്കെ തന്നെ ലളിതമാക്കിയത് കൊണ്ട് ഇവിടെ തിരുവാഭരണം കാണാൻ എത്തിച്ചേർന്നിട്ടുള്ളത് 26 പേരാണ് അനുഗമിക്കുന്നത്. ഒപ്പം തന്നെ 220 പോലീസുകാർ ഇന്ന് പന്തളം ടൗണിലാകെയുണ്ട്. 4 DYSPമാരുണ്ട്. ഒപ്പം തന്നെ ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ സുരക്ഷയ്ക്ക് സായുധ സേന കൂടിയുണ്ട്. പന്തളം AR ക്യാമ്പിലെ കമാൻഡോ ചന്ദ്രശേഖരനാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള മേൽനോട്ടം വഹിക്കുന്നത്. ഇന്ന് യാത്ര പുറപ്പെട്ട് ഇന്ന് അയിരൂർ ക്ഷേത്രത്തിലായിരിക്കും ഇവർ തങ്ങുക. നാളെ പിന്നീട് ദേവസ്വം ഒരുക്കിയിട്ടുള്ള പ്രത്യേക സത്രത്തിൽ, പിന്നീട് തിങ്കളാഴ്ച വൈകിട്ട് മകരസംക്രമ ദിവസം വൈകുന്നേരം സന്ധ്യയോടുകൂടി തന്നെ സന്നിധാനത്തെത്തുന്ന സംഘം അവിടെ അയ്യപ്പനെ വിഗ്രഹം ചാർത്തി ദീപാരാധനയോടുകൂടി തന്നെ പിന്നെ ആയിരിക്കും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുക. അങ്ങനെ പുണ്യദർശനം കാണാൻ, അവിടെ അയ്യപ്പനെ ചാർത്താനുള്ള തങ്ക ആഭരണങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളാണ് നിലവിൽ ഈ ക്ഷേത്രത്തിൽ, കുളനട ഭഗവതി ക്ഷേത്രത്തിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഹാഷ്മി, തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങുന്നു അവിടെ. അപ്പം അങ്ങനെ ഒരു മകരവിളക്ക് കാലം സമാധാനപരമായി ശാന്തപൂർണ്ണമായി പുരോഗമിക്കും. ഇടയ്ക്ക് വലിയ തിരക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനുശേഷം അതിന് നിയന്ത്രിക്കാൻ കഴിയുന്നു. എന്തായാലും മകരജ്യോതി ദർശനം അടക്കം സുഗമമായി കാര്യങ്ങൾ സ്മൂത്തായി നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. തിരികെ എത്താം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ നമ്മുടെ സമയം 1:52:48 പ്രിയപ്പെട്ട പ്രേക്ഷകർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് കരുതുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ പോലീസ് ജീപ്പിൽ പോലീസ് എന്നെഴുതിയതിൽ അക്ഷരത്തെറ്റ്, ഇംഗ്ലീഷിൽ പോലീസ് എന്നെഴുതിയതിലാണ് അക്ഷരത്തെറ്റ് ഉണ്ടായത്. പനങ്ങാട് പോലീസ് സ്റ്റേഷൻ്റെ പേരിലുള്ള വാഹനത്തിൽ പോയിൽസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അക്ഷരത്തെറ്റ് കണ്ടെത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ കൂക്കി വിളിക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചിനിടയിലേക്ക് വന്ന ഒരു പോലീസ് ജീപ്പാണത്. പനങ്ങാട് പോലീസിന്റെ പോലീസ് ജീപ്പ് എന്നാണ് പറയുന്നത്. POLICE എന്ന് പോലീസ് എന്ന് പറയുന്നതിന് പകരം പോയിൽസ് POILCE എന്നായി പോയി. അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയി. അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വെറുതെ വിട്ടില്ല. അപ്പോൾ അവർ അൻവർ സാദ് തമ്മിൽ അടക്കമുള്ളവരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവർ കൂക്കി വിളിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനകത്ത് പോയിൽസ് എന്ന് അബിൻ വർക്ക് എബിനാണ് ആ വാർത്തകൾ ഒരുമിച്ചിരുന്നത്. എബിൻ അക്ഷരത്തെറ്റാണ്, പക്ഷെ അത് യൂത്ത് കോൺഗ്രസ് വെറുതെ വിട്ടില്ല, കളിയാക്കി പരമാവധി അല്ലേ? തീർച്ചയായും അശ്മി, അത് ഈ പ്രതിഷേധ മാർച്ച് കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് പനങ്ങാട് SHOയുടെ വാഹനം വന്നത്. അപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ നോക്കിയപ്പോൾ അതിൽ അക്ഷരത്തെറ്റ് കാണുന്നു. അവർ വാഹനം തടഞ്ഞു നിർത്തി പിന്നീട് കൂവി കളിയാക്കിയാണ് വിട്ടത്. ഈ അക്ഷരത്തെറ്റ് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വ്യക്തമായിട്ട് അറിയില്ല. സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നതായിരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും അത് യൂത്ത് കോൺഗ്രസ് അതങ്ങനെ അറിയാം, പക്ഷെ ആരും കണ്ടില്ലേ? രാവിലെ വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ ആരും ഇത് കാണുന്നില്ല. ഇത് ആരും കാണില്ലേ? ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് അപഹാസ്യമായി പോകുന്ന ഒരു പരിപാടിയല്ലേ പിന്നെ? അപ്പൊ ആരും കാണില്ലേ ഇത് പോലീസ് സ്റ്റേഷനിൽ? അതാണ് സംശയം. അത്തരത്തിലൊരു ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ പ്രതിഷേധ മാർച്ചിലേക്ക് ആ വാഹനം എത്തിയപ്പോഴാണ് ഏതായാലും യൂത്ത് കോൺഗ്രസുകാർ അതിനെ കൂവി കളിയാക്കുന്ന രീതിയിൽ സംഭവിച്ചത്. കാരണം പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വളരെയധികം വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഈ പ്രതിഷേധ മാർച്ചിനിടെ ഉണ്ടായിരുന്നു. പോലീസിനെ പ്രകോപിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് മടങ്ങുന്ന ഇത്തരത്തിലൊരു അവസരം യൂത്ത് കോൺഗ്രസുകാർക്ക് വീണ് കിട്ടിയ പോലെ അവർ ആഘോഷിച്ചത്. ഏതായാലും എല്ലാവരും ആ പോലീസ് വാഹനത്തിന്റെ ഫോട്ടോ എടുക്കുകയും വീഡിയോ പകർത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ ഇനി ഇത് ആഘോഷമാക്കാനായിരിക്കും യൂത്ത് കോൺഗ്രസിന്റെ നിലപാട്. ഏതായാലും പോലീസിന് ചെറിയൊരു അമളി പറ്റിയ രീതിയിലാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് സമരത്തിനൊന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. അവരത് കണ്ട് കളിയാക്കി പരമാവധി ചിരിച്ച് അങ്ങ് പരിഹസിച്ചാണ് പോയിൽസ് എന്നെഴുതിയ പോലീസ് വണ്ടി അങ്ങോട്ടേക്ക് വിട്ടത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയുണ്ടല്ലോ, അതായത് മറ്റേ ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടിയാണെന്ന് എൻ്റെ ഓർമ്മ. അതിനകത്ത് പപ്പു ഒരു പോലീസ് ജീപ്പ് വരുന്നുണ്ട്. അതിൽ പൗലോസ് ആണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അത് കണ്ട് പോലീസ് ജീപ്പ് ആണ് എഴുതിയ ആൾക്കാർ ഇറങ്ങി ഓടുന്നു നോക്കുക. ആ സിനിമയിലെ ഒരു തമാശയാണ്. ഇത് പൗലോസ് അല്ല, ഇത് പോയിൽസ് ആണ്. ഒരു ചെറിയ അക്ഷരത്തെറ്റാണ്. അതായത് വസന്തകുമാരി പറയുന്നുണ്ട് സാരമില്ലെന്ന് കല്യാണരാമൻ ഫിലിമിൽ സലീം കുമാർ സാറും മെൽക്കോ ആക്കിയിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പം മനുഷ്യ സഹജമാണ്, അക്ഷരത്തെറ്റാണ്. പക്ഷേ ഈ പറയുന്ന പോലീസ് ജീപ്പൊക്കെ ആകുമ്പോഴേക്കും ആരുടെങ്കിലും കണ്ണിൽ പെടേണ്ടതാണ്, അക്ഷരത്തെറ്റുണ്ടല്ലോ എന്ന് കണ്ണിൽ പെടേണ്ടതാണ്. അപ്പോൾ ഇനി പോലീസ് എന്നുള്ളത് പോലീസ് തന്നെ എഴുതാൻ പോലീസ് തന്നെ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയുമാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ നോക്കാം.
നമ്മൾ നേരത്തെ നമ്മുടെ കമൻറ്റ് ബോക്സുകളിൽ ഹൈറിച്ചിനെ കുറിച്ചൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴല്ല, കുറച്ച് നാൾ മുമ്പ് വലിയ കമൻറ്റുകളൊക്കെ നേരത്തെ വന്നിരുന്നു. എന്തായാലും ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ മറവിൽ മണി ചെയിൻ തട്ടിപ്പ് ഹൈറിച്ച് കമ്പനി നടത്തിയത് 1630 കോടിയുടെ തട്ടിപ്പെന്ന് പോലീസ് റിപ്പോർട്ട്. ചെയർപേഴ്സൺ തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. കോഴിക്കോട് സ്വദേശിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി അജീഷ് ജയകുമാർ. അജീഷ്, ഈ 1630 കോടി എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ ഭീകരമായ സംഖ്യയാണ്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയൊരു സാമ്പത്തിക തട്ടിപ്പിൻ്റെ മഞ്ഞുമലയുടെ അറ്റം എന്നൊക്കെ വിചാരിക്കണോ ആ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെ അജീഷ്? ഹാഷ്മി, ഇത് നമ്മൾ പലതരം തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ട്. ഈ മണി ചെയിൻ തന്നെ നമ്മുടെ കേരളത്തിൽ മുമ്പ് പല രീതിയിൽ, പല വേഷത്തിൽ, പല രൂപങ്ങളിലൊക്കെ ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടക്കം, അതിൻ്റെ മറ്റൊരു രീതിയാണ് ഈ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ മറവിലുള്ള ഈ ഒരു മണി ചെയിൻ തട്ടിപ്പ്. കാരണം ഇതിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണം മാത്രമേ ഇപ്പോൾ ആയിട്ടുള്ളൂ. ചെറുപ്പ് SI തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൻ്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ചിട്ട് ഈ ഹൈറിച്ച്, ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലൊട്ടാകെ വലിയ ശൃംഖലകളുള്ള ഒരു സ്ഥാപനമാണ്. കേരളത്തിൽ മാത്രം ഇവർക്ക് 78 ബ്രാഞ്ചുകളുണ്ട്. തൃശ്ശൂരിൽ മാത്രം 6 ബ്രാഞ്ചുകളുണ്ട്. നിലവിൽ ഇതിൽ ഉപഭോക്താക്കളായിട്ടുള്ള ആരും പരാതി നൽകിയിട്ടില്ല. പക്ഷേ കോഴിക്കോട് സ്വദേശിയായ PA വത്സലൻ എന്നൊരാൾ തൃശ്ശൂർ അഡീഷണൽ സെഷൻസ് കോടതിയിൽ നൽകിയ ഒരു സ്വകാര്യ അന്യായം, ഈ അന്യായം അന്വേഷിക്കാൻ തൃശ്ശൂർ ചേർപ്പ് പോലീസിനെ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാസങ്ങൾ നീണ്ട അന്വേഷണത്തിലൂടെ ഒരു പ്രാഥമിക റിപ്പോർട്ട് നൽകിയത്. ഈ തട്ടിപ്പിൻ്റെ ഒരു തുടക്കമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബഡ്സ് ലംഘനമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് നേരത്തെ മണി ചെയിനിൽ ആളുകൾ ചേർക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നം വാങ്ങുക, അത് നേരിട്ട് ആളുകളെ നേരിട്ട് ചെന്ന് കണ്ട് അയാളെ ഉൽപ്പന്നം വാങ്ങിച്ച് പൈസ കൊടുത്ത് അതിൻ്റെ കീഴെ ഓരോരോ ബ്രാഞ്ചുകളായി ഓരോരോ ആളുകളെയൊക്കെ ചേർത്ത് അങ്ങനെയാണ് ഈ മണി ചെയിൻ പ്രവർത്തിക്കുന്നത്. ഇത് ഓൺലൈനായിട്ട് ഒരാൾക്ക് ഈ ഹൈറിച്ചിൻ്റെ വെബ്സൈറ്റിൽ പോയി ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് അവർക്കൊരു യൂസർ നെയിമും അവർക്കൊരു പാസ്വേഡും കിട്ടും. ഇത് വെച്ചിട്ട് അവർ കൂടുതൽ ആളുകളെ ഓൺലൈൻ വഴി ഇതിൽ ചേർക്കുന്നു. അതിൽ ആദ്യമായി 2 രീതിയിൽ പണം അടച്ചു ചേരാം. ആദ്യത്തെ 700 രൂപ അടച്ചും ചേരാം, ഒപ്പം തന്നെ 10,000 രൂപയും അടച്ചും ചേരാം. ഈ 700 രൂപ അടയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരാളെ 700 രൂപ അടപ്പിച്ച് ഇതിൽ ചേർത്തു കഴിഞ്ഞാൽ എനിക്ക് ഉടൻ തന്നെ എൻ്റെ അക്കൗണ്ടിൽ 100 രൂപ വരും. അത് 10,000 രൂപയാണെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ ഉടൻ തന്നെ 1000 രൂപ വരും. ഇങ്ങനെ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം. ഇത് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി തന്നെ ഈ കമ്പനി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇതിന് യാതൊരുവിധ നിയമപരമായിട്ടുള്ള പിന്തുണയും ഇല്ലെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. മാത്രമല്ല ഈ കമ്പനിക്ക് പിന്നിലുള്ള ആരാണ്, ഇതിന്റെ ഉടമസ്ഥർ ആരാണ്? ഈ 1630 കോടിയുടെ തട്ടിപ്പിലേക്കൊക്കെ കാര്യങ്ങൾ അങ്ങനെ വലിയ തോതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഹാഷ്മി, ഇതിൻ്റെ MD എന്ന് പറയുന്നത്, ഇതിൻ്റെ ഈ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് MD പ്രതാപൻ എന്ന് പറയുന്ന ആളാണ്. ഈ MD പ്രതാപനെ പോലീസ് ഇക്കാര്യത്തിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ ഇവരുടെ രേഖകൾക്ക് പരിശോധിച്ചപ്പോഴാണ്, ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അടക്കമെല്ലാം പരിശോധിച്ചപ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള വിവരം പോലീസിന് കിട്ടിയത്. ഇതിൻ്റെ മറ്റു വിവരങ്ങൾ, അതായത് ഈ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പ്രധാനമായിട്ടും HDFC, IDFC പോലുള്ള ബാങ്കുകളാണ്. അത് മാത്രമല്ല മറ്റും വേറെയും ബാങ്കുകളുണ്ട്, IDBI പോലുള്ള ബാങ്കുകളുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ആസ്ഥാനം മുംബൈയിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ ട്രാൻസാക്ഷനും കൂടുതൽ വിവരങ്ങളും അറിയണമെങ്കിൽ ഇതിൻ്റെ ആസ്ഥാനത്ത് പോയി അന്വേഷിക്കേണ്ടതുണ്ട്. പോലീസ് ഇതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഒരു പരിമിതിയെക്കുറിച്ചും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഇതിൽ ഈ സാമ്പത്തിക ഇടപാടുകളാണ് കൂടുതലും. അത് മാത്രമല്ല ബിറ്റ്കോയിനും, ഇവർക്കൊരു സഹസ്ഥാപനമായിട്ട് ബിറ്റ്കോയിനുമുണ്ട്. ഈ ബിറ്റ്കോയിൻ പല രാജ്യങ്ങളിലും ഇടപാടുകൾ നടത്തുന്ന ഒരു കറൻസി ശൃംഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണമെങ്കിൽ ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക ഏജൻസിയോ അല്ലെങ്കിൽ ക്രൈം ബ്രാഞ്ച് പോലുള്ള പ്രത്യേക അന്വേഷണ ഏജൻസികളോ അന്വേഷിക്കണം എന്നാണ് ഈ പോലീസിന്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ ഇതൊരു തുടക്കം മാത്രമാണ്. ഈ അന്വേഷണം ഒരു പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് എത്തിയിട്ടുള്ളത്. കൂടുതൽ ഈ ജില്ലാ പോലീസ് മേധാവിക്ക് ഇപ്പോൾ ഈ ചെയർപ്പ് SI ശ്രീലാൽ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട്. കാരണം മറ്റേതെങ്കിലും ഏജൻസി ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കണമെങ്കിൽ മാത്രമേ ഇതിന്റെ കൂടുതൽ തട്ടിപ്പിന്റെ വിവരങ്ങളും വഴികളും ഒക്കെ പുറത്ത് അറിയുകയുള്ളൂ. അജീഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ 1630 കോടി എന്നൊക്കെ പറഞ്ഞാൽ സങ്കല്പിക്കാൻ കഴിയാത്ത വലിയ തട്ടിപ്പാണ്. അപ്പോൾ ഏതൊക്കെ തരത്തിൽ ആരുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റിൽ എത്ര നാളായി, ഏതൊക്കെ രീതിയിലെ തട്ടിപ്പ് എന്നുള്ളതൊരു വിശദമായ അന്വേഷണമൊക്കെ നടക്കേണ്ടതുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ കഴിഞ്ഞ കുറേ നാളായി പ്രേക്ഷകർ ഇക്കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ആധികാരികമായ രേഖയില്ലാതെ വാർത്ത കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അപ്പോൾ വാർത്ത കൊടുക്കാതെ. സുനിൽ പറയുന്നു, അനിലക്കര കുറച്ച് നാളായി ഹൈറിച്ചിനെ പൂട്ടാനുള്ള ശ്രമത്തിലായിരുന്നു എന്ന് പറയുന്നു. അവിടെ വേറൊരു പ്രേക്ഷകൻ താഴെ പറയുകയാണ്, ബി ശശികുമാർ, മണിച്ചെയിൻ തട്ടിപ്പ് ആദ്യമായല്ലോ, ലോകത്ത് ഏറ്റവും കൂടുതൽ കളിപ്പ് പറ്റുന്നത് ബുദ്ധിമാന്മാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മലയാളിക്കാണ് കഷ്ടം. എത്ര തട്ടിപ്പുണ്ടായാലും പിന്നെയും നമ്മൾ പോയി തട്ടിപ്പിൽ വീഴുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ശീലമാണ്. അത് കഷ്ടമാണ് എന്നേ പറയാനുള്ളൂ. നമ്മളിപ്പോൾ പലയാവർത്തി നമ്മൾ പലത് പറയുന്നതുമാണ്. വേറൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഈ
പോയിൽസ് എന്നെഴുതിയ കടക്കാരൻ ഇത് കണ്ടില്ലായിരുന്നു, ആരും കണ്ടില്ലെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ബാലേന്ദ്രൻ നായർ പറയുന്നു, ഹാഷ്മി പോയിൽസ് എന്നെഴുതിയത് അറിയാതെ പറ്റിയതല്ല, ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ബോധപൂർവ്വം എഴുതിയതാണ് എന്ന് പറയാൻ പറഞ്ഞു എന്ന് പറയുകയാണ്. ഒരു തെറ്റ് പറ്റിയതാണ്. ടു ഹ്യൂമൻ ടു ഫോർഗീവ് ഡിവൈൻ എന്നൊക്കെയല്ലേ. അത് പറ്റരുതാത്ത തെറ്റാണ്. കാര്യം പോലീസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു എൻറ്റിറ്റിയാണ്. ഒരു കേരള പോലീസ് എന്ന് പറയുന്ന അഭിമാനത്തിൻ്റെ എൻറ്റിറ്റിയാണ്. അവിടെ ആ അക്ഷരം തെറ്റിപ്പോവുക എന്ന് പറയുന്നത് ശരിയല്ല. തെറ്റിപ്പോയത് മാത്രമല്ല, അതാരുടെ കണ്ണിൽ പെട്ടില്ല എന്ന് പറയുന്നതും നല്ലതല്ല. നമ്മൾ നേരെ അയോധ്യയിലേക്ക് പോകുന്നു, അവിടുത്തെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു. അയോധ്യയിലെ രാഷ്ട്രീയം. അയോധ്യ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിന് സമാജ്വാദി പാർട്ടിക്കും BSPക്കും ക്ഷണമുണ്ട്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിനെയും BSP അധ്യക്ഷ മായാവതിയെയും ക്ഷണിച്ചതായി VHP അറിയിച്ചു. അയോധ്യയിലെ ചടങ്ങ് തെരഞ്ഞെടുപ്പിനുള്ള രാഷ്ട്രീയ ആയുധമല്ല എന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ വ്യക്തമാക്കി. രാമന്റെ പേരിൽ പ്രതിപക്ഷ പാർട്ടികളെ BJP അപമാനിക്കുകയാണെന്ന് ആരോപിച്ചതിന് പിന്നാലെയാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം ലഭിച്ചത്. ഉത്തർപ്രദേശ് BJPയുടെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് ചടങ്ങിലേക്കുള്ള ക്ഷണം സമാജ്വാദി പാർട്ടി അധ്യക്ഷന് നൽകിയത്. കരസേവകർക്കെതിരെ വെടിവെച്ച സമാജ്വാദി പാർട്ടിയെ ക്ഷണിക്കേണ്ടതില്ല എന്ന നിലപാടായിരുന്നു UP BJPയുടേത്. ചടങ്ങിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന കാര്യം അഖിലേഷ് യാദവ് വ്യക്തമാക്കിയിട്ടില്ല. BSP അധ്യക്ഷ മായാവതിക്കും പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് ക്ഷണം നൽകി. തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ആയുധമാണ് അയോധ്യ എന്ന പ്രതിപക്ഷ ആരോപണത്തിന് മറുപടിയായി കേന്ദ്രമന്ത്രി V മുരളീധരൻ എത്തി. രാമക്ഷേത്രം നിർമ്മിക്കുമെന്നത് മോദിയുടെ വാഗ്ദാനമാണെന്നും അത് നടപ്പാക്കിയെന്നും V മുരളീധരൻ 24നോട് പ്രതികരിച്ചു. ഞങ്ങളെ സംബന്ധിച്ചുള്ള തെരഞ്ഞെടുപ്പിനുള്ള ഒരു രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ആയുധമേ അല്ല ഇത്. പക്ഷെ അതേ സമയത്ത് വേറൊരു കാര്യമുണ്ട്. നരേന്ദ്രമോദിജിയുടെ പ്രത്യേകത എന്താ? പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തുന്ന നേതാവല്ല, അദ്ദേഹം പ്രഖ്യാപനങ്ങൾ പ്രാവർത്തികമാക്കുന്ന നേതാവാണ്. ഇതേപോലെയുള്ള പ്രഖ്യാപനങ്ങളിൽ BJPയുടെ പ്രതിജ്ഞാപത്രത്തിലുള്ളതാണ് ശ്രീരാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് ഞങ്ങൾ സഹായിക്കുന്നത്. പ്രതിഷ്ഠാ ചടങ്ങിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ചടങ്ങിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിമർശനങ്ങളും സജീവമാണ്. 24 ഡൽഹി. അപ്പോൾ അതിൽ കോൺഗ്രസിന്റെ നിലപാടായിരുന്നു. കോൺഗ്രസ് നിലപാട് വന്നു. അതിനെ തുടർന്നുള്ള രാഷ്ട്രീയ ചർച്ചകൾ സജീവം. ഇനിയിപ്പോൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങും അത് കഴിഞ്ഞുമൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ആ ചർച്ചകൾ അങ്ങനെ നീണ്ടുപോകും. അതങ്ങനെയാണ് എന്ന് നമുക്കറിയാം. ബിജു അലക്സ് പറയുന്നു, ആഷ്മി ഞാൻ ഛത്തീസ്ഗഡിലാണ്, ഇവിടെ സിറ്റി സ്റ്റേഷനിൽ പോലീസ് എന്ന് കണ്ടുകൊണ്ട് PULICE എന്ന് കണ്ടുകൊണ്ട് എന്ന് പറയുന്നു. പക്ഷേ കേരളത്തിൽ ലിറ്ററസി മുഴുവനുണ്ട് എന്നാണ് വെപ്പ് എന്ന് പറയുന്നുണ്ട് ബിജു അലക്സ്. എന്ന് പറഞ്ഞാൽ പോലീസ് എന്ന് ഹിന്ദിയിൽ പറയുന്നതാണ്. അപ്പോൾ അത് ഇംഗ്ലീഷിലേക്ക് വൽക്കരിക്കുന്നതായിരിക്കും. എന്തായാലും അക്ഷരത്തെറ്റാണ്, ഒഴിവാക്കേണ്ട അക്ഷരത്തെറ്റായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, വാക്കുകൾ വളച്ചൊടിച്ചു എന്ന് പറയുകയാണ് ബൃന്ദ കാരാട്ട്. സ്വതന്ത്ര വ്യക്തിത്വം അംഗീകരിക്കാതെ പാർട്ടി പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ മാത്രമാക്കി തന്നെ എന്ന വാർത്ത തള്ളി CPI പോൾ ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. പരാമർശം വളച്ചൊടിച്ചുവെന്നും വാർത്ത നൽകിയ പത്രം മാപ്പ് പറയണമെന്നും ബൃന്ദ കാരാട്ട് ആവശ്യപ്പെട്ടു. CPIM സ്ത്രീകൾക്ക് പരിഗണന കൊടുത്തിട്ടില്ലെന്ന് K മുരളീധരൻ MP ആരോപിച്ചിരുന്നു. ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത എന്ന പേരിൽ പുറത്തിറങ്ങുന്ന ബൃന്ദ കാരാട്ടിന്റെ പുസ്തകത്തിലെ പരാമർശമെന്ന രീതിയിലായിരുന്നു പത്രവാർത്ത. ദേശീയ തലത്തിൽ തന്റെ സ്വതന്ത്ര വ്യക്തിത്വം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. CPIM പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ മാത്രമായി പരിഗണിച്ചു. പാർട്ടിയിലെ രാഷ്ട്രീയമായ ഭിന്നതകളുടെ സന്ദർഭങ്ങളിൽ ഈ സമീപനം കൂടുതലായിരുന്നുവെന്നും പുസ്തകത്തിൽ ബൃന്ദ കാരാട്ട് പരാമർശിക്കുന്നുവെന്നായിരുന്നു പത്രവാർത്ത. പിന്നാലെ വാർത്ത നിഷേധിച്ച് ബൃന്ദ കാരാട്ട് തന്നെ രംഗത്തെത്തി. ആരോപണങ്ങൾക്ക് മറുപടി ഇങ്ങനെ: It is very extraordinary that Malayalam Manorama should give such a sensationalist headline which is completely manufactured. I condemn it. It's not fair on the author to manufacture a headline and put it in quotes. It is unfair, it is unethical to put a headline in quotes which does not exist in the book. I hope they will give me an apology. മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും സ്ത്രീകൾക്ക് പരിഗണന കൊടുത്തിട്ടില്ലെന്നും പ്രകാശ് കാരാട്ടിന്റെ ഭാര്യയായതുകൊണ്ടാണ് ബൃന്ദ കാരാട്ട് ഇത്രയും എത്തിയതെന്നും K മുരളീധരൻ MPയുടെ പ്രതികരണം. മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും സ്ത്രീകൾക്ക് പരിഗണന കൊടുത്തിട്ടില്ലല്ലോ. ബൃന്ദ കാരാട്ട് പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ ആയതുകൊണ്ടാണ് ഇത്ര എത്തിയത്. അല്ലാത്ത ഒരു സ്ത്രീകളും അവിടെ എവിടെ എത്തിയിട്ടില്ല. അത് പറയല് മാത്രമേ ഉള്ളൂ. പത്രവാർത്തയുടെ തലക്കെട്ട് തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതാണെന്നും 1975 മുതൽ 1985 വരെയുള്ള തന്റെ ഡൽഹി ജീവിതത്തിലെ അനുഭവങ്ങളാണ് പുസ്തകത്തിലുള്ളതെന്നും ബൃന്ദ കാരാട്ട് വ്യക്തമാക്കി. 24 ഡൽഹി.
ഇർഷാദ് പുല്ലോട്ട പറയുകയാണ്, ആഷ്മി എത്ര തവണ ഹൈറിച്ച് പോലത്തെ തട്ടിപ്പുകൾ പിടിച്ചിട്ടും വീണ്ടും വീണ്ടും പ്രബുദ്ധരം നടിക്കുന്ന മലയാളികൾ പെടുന്നത് പണത്തോടുള്ള ആർത്തി കൊണ്ടാണ് എന്ന് പറയുകയാണ്. ഒരു പരിധിവരെ ശരിയാണ് ഇർഷാദ് ആ കാര്യം. വേറെ ദേവൂട്ടി പറയുകയാണ്, ന്യൂ ഐറ്റമാണ്, 1 year ആയെങ്കിലും കോൾ വരുന്നു, ഞാൻ വീണില്ല ഭാഗ്യം എന്ന് പറയുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ വഞ്ചനയുടെ വലകളുമായി ഇറങ്ങുന്ന ആൾക്കൂട്ടമുണ്ട്. ഒന്ന് കരുതിയിരിക്കുക, വീണ്ടും വീണ്ടും പോയി വീഴാതിരിക്കുക. നേരത്തെ MD വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ അത് തറച്ചതെവിടെ എന്നതാണ് ചോദ്യം. MD വാസുദേവൻ നായരുടെ രാഷ്ട്രീയ വിമർശനത്തിൽ വിവാദം തുടരുന്നു. MD വിമർശിച്ചത് പിണറായി വിജയനെ തന്നെയെന്നും EMSനെ ഉദാഹരിച്ച് നരേന്ദ്രമോദിയെ വിമർശിക്കേണ്ട കാര്യമില്ലെന്നും കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ പറഞ്ഞു. കേരളത്തിൽ ഏകാധിപത്യ പ്രവണത ഇല്ലെന്ന് KLF വേദിയിൽ തന്നെ വ്യവസായ മന്ത്രി P രാജീവ് പ്രതികരിച്ചു. MD വർഷങ്ങൾക്ക് മുൻപ് രേഖപ്പെടുത്തിയ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെ ഓർമ്മപ്പെടുത്തിയതാണെന്ന് മന്ത്രി AK ശശീന്ദ്രനും പറഞ്ഞു. MT വാസുദേവൻ നായരുടെ വിമർശനങ്ങളിൽ വിവാദങ്ങൾ അവസാനിക്കാതെ തുടരുകയാണ് 3ാം ദിനത്തിലും. കേന്ദ്രമന്ത്രി V മുരളീധരൻ ഇന്ന് ശക്തമായ രാഷ്ട്രീയ വിമർശനമാണ് നടത്തിയത്. പ്രധാനമന്ത്രി മോഡിയെയല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് MT വിമർശിച്ചതെന്നും EMSനെ ഉദാഹരിച്ചത് അതിനുവേണ്ടിയാണെന്നും V മുരളീധരൻ പറഞ്ഞു. ഇപ്പോൾ EMSുമായിട്ട് താരതമ്യം ചെയ്യുന്നതിലൂടെ തന്നെ വളരെ കൃത്യമായിട്ട് MT ലക്ഷ്യം വെക്കുന്നത് കേരളത്തിലെ സാഹചര്യങ്ങളാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ മാത്രമല്ല, കേരളത്തിൽ നടക്കുന്നത് പോലെയുള്ളൊരു വ്യക്തിപൂജ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇല്ലാത്തതാണ് എന്നുള്ള ഒരു പരാമർശം, ഒരു വ്യംഗ്യമായിട്ടുള്ള ഒരു പരാമർശം. MT വിമർശനം നടത്തിയ KLF വേദിയിൽ തന്നെ വ്യവസായ മന്ത്രി P രാജീവ് നടത്തിയ പരാമർശം പരോക്ഷ വിമർശനമാണ്. കേരളത്തിൽ ഏകാധിപത്യ പ്രവണതയില്ലെന്നും കേന്ദ്രം ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയാണെന്നും മന്ത്രി P രാജീവ് പറഞ്ഞു. ഇപ്പോൾ ഒരു വ്യക്തി ഒരു അധികാരത്തിൽ ഇരുന്നിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് മാത്രം കാണാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവിടെ പ്രശ്നം നിങ്ങൾ നോക്കുമ്പോൾ ജനാധിപത്യപരമായി പ്രവർത്തിക്കാവുന്ന എല്ലാ സംവിധാനങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര പ്രശ്നമാണ്, ഏറ്റവും ഗൗരവമായ പ്രശ്നമാണ്. MTയുടെ വിമർശനത്തെ കേരളത്തിൽ ഒതുക്കുന്നത് സങ്കുചിത രാഷ്ട്രീയ താല്പര്യം കൊണ്ടാണെന്നും അതിൽ MTയെ കുരുക്കാതെ വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഉത്കണ്ഠകൾ അദ്ദേഹത്തിന് പ്രകടിപ്പിച്ചു. ആ ഉത്കണ്ഠ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതാണ് എന്ന തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ MTയെ ചെറുതാക്കുന്നത്. ആ പ്രവർത്തനത്തിൽ നിന്നും ആ നീക്കങ്ങളിൽ നിന്നും ദയവായി അങ്ങനെയുള്ളവർ പിൻവലിയണം എന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന. എന്നാൽ വിവാദങ്ങൾ KLFന് പുത്തരിയല്ലെന്നും MT ഏതു വേദിയിൽ പറയുന്നതിനും പ്രാധാന്യമുണ്ടെന്നും KLF മുഖ്യ സംഘാടകൻ DC രവി 24നോട് പറഞ്ഞു. MT എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഏത് ഒരു പരിപാടിക്ക് പോയാലും അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു രീതിയുണ്ട്. കാരണം മാധ്യമങ്ങളെ സംബന്ധിച്ചോളം അതിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നൊരു സാധനം. തീർച്ചയായിട്ടും അത് ഇവിടെയും സംഭവിച്ചു എന്നുള്ളതാണ്. ഏതായാലും ഇക്കുറി KLF വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് തുടക്കമിട്ടത്. 24 കോഴിക്കോട്. അപ്പോൾ കേന്ദ്ര സഹമന്ത്രി V മുരളീധരനുമായി KR ഗോപീഷ് നടത്തിയ അഭിമുഖം നിലപാട് പറഞ്ഞു V മുരളീധരൻ. ഇന്ന് 3 മണിക്കാണ് അത് പൂർണ്ണാർത്ഥത്തിൽ. ഈ കാര്യങ്ങളൊക്കെ സമകാലിക രാഷ്ട്രീയ പ്രശ്നത്തിലൊക്കെ കേന്ദ്രമന്ത്രി അതിൽ നിലപാട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണണം. ഇർഷാദ് പറയുന്നു, ആഷ്മി MD പറഞ്ഞത് ഉഗാണ്ടൻ മുൻ പ്രസിഡന്റ് ഈദി അമീനെ കുറിച്ചാണ് എന്നാണ് ഞങ്ങൾ പൊതുജനം മനസ്സിലാക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ പിണറായി സർക്കാരിനെതിരെയാണെന്നും പറഞ്ഞ് അന്തിച്ചർച്ച നടന്നത് മോശമാണെന്ന് പറയുന്നു. ചെറിയ പരിഹാസം അതിനകത്തുണ്ട്. എങ്കിൽ കൂടിയും ആർക്കൊക്കെ ഏകാധിപത്യ പ്രവണതയുണ്ടോ, ആർക്കൊക്കെ അല്ലെങ്കിൽ എന്താണ് ആ പ്രവണത, അമിതാധികാര പ്രവണതയുണ്ടോ, വിയോജിപ്പുകളുടെ സഹിഷ്ണുതയുണ്ടോ, അവർക്കെല്ലാം ബാധകമാണ് MD പറഞ്ഞത് എന്ന് തന്നെയാണ് എല്ലാവരും അതിനെക്കുറിച്ച് NV സുധീർ അടക്കമുള്ളവർ അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ തിരുത്താൻ തയ്യാറുള്ളവർ തിരുത്തട്ടെ. തിരികെ എത്താൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം 2 മണി കഴിഞ്ഞ് 14:26 ഇന്ത്യ സഖ്യത്തെ മല്ലികാർജ്ജുൻ ഖാർഗെ നയിച്ചേക്കും. സീറ്റ് വിഭജനം ചർച്ച ചെയ്യാൻ ചേർന്ന നിർണായക യോഗത്തിൽ നേതൃസ്ഥാനം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് നിതീഷ് കുമാർ ആവശ്യപ്പെട്ടു. മമതാ ബാനർജിയുടെയും അഖിലേഷ് യാദവിൻ്റെയും നിലപാട് കൂടി അറിഞ്ഞ ശേഷമേ പ്രഖ്യാപനം ഉണ്ടാകൂ. ബൽറാം നുരങ്ങടി വിവരങ്ങളുമായി. ബൽറാം, ഇന്ത്യ സഖ്യത്തിനപ്പോൾ കുറച്ചുകൂടി ഒരു സംഘടിത ഓർഗനൈസ്ഡ് സ്വഭാവം അല്ലെങ്കിൽ ഒരു ചട്ടക്കൂട് കൈവരുന്നു ഈ ദിവസങ്ങളിലല്ലേ? ഹഷ്മി, ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ വലിയ തിരിച്ചടിക്ക് ശേഷം കോൺഗ്രസ് തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഏകോപനത്തിന് നേതൃത്വം നൽകുന്നു എന്നാണ് വ്യക്തമാകുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രമുഖ നേതാക്കളെ എല്ലാം തന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിലും ഒപ്പം തന്നെ ഈ മുന്നണിയുടെ ഏകോപനവും വിശദമായി തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇന്ന് ഒരു യോഗം
ഓൺലൈനിൽ ചേർന്നത്. ഈ യോഗത്തിൽ ഈ മുന്നണിക്ക് ഒരു നേതാവ് വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് നിതീഷ് കുമാർ ആയേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നിരുന്നത് യോഗം തുടങ്ങും വരെ. എന്നാൽ യോഗത്തിൽ നിതീഷ് കുമാർ എടുത്ത നിലപാട് അപ്രതീക്ഷിതമായിരുന്നു. അദ്ദേഹം തനിക്ക് യാതൊരു പദവിയും വേണ്ട എന്നും, എന്നാൽ ഒരു ശക്തമായ പ്രതിപക്ഷ നിര അല്ലെങ്കിൽ BJPക്കെതിരെ ഒരു ബദൽ രൂപീകരിക്കുകയാണ് തന്റെ ആവശ്യമെന്നും അതിനായി ഈ സഖ്യത്തിന്റെ നേതൃത്വം കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കണമെന്നും ഉള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു. തുടർന്നാണ് ഈ യോഗത്തിൽ പങ്കെടുത്ത നേതാക്കളുടെ ഭൂരിഭാഗവും കോൺഗ്രസിൽ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തന്നെ ഈ സഖ്യത്തെ നയിക്കട്ടെ എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇത് തത്വത്തിൽ അംഗീകരിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ മമതാ ബാനർജി ഇന്നത്തെ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. ഔദ്യോഗികമായ തിരക്കുകളെ തുടർന്നാണ് വിട്ടുനിൽക്കുന്നതെന്നാണ് മമതയുടെ വിശദീകരണമുള്ളത്. മമതയും അഖിലേഷ് യാദവുമായി ആലോചിച്ച ശേഷം ഔദ്യോഗികമായി ഈ പേര് മല്ലികാർജുൻ ഖാർഗെയുടെ പേര് ഈ ഇന്ത്യ സഖ്യത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രഖ്യാപിക്കാനാണ് നിലവിൽ തീരുമാനമുള്ളത്. ഇതോടൊപ്പം തന്നെ സഖ്യം ശക്തിപ്പെടുത്തണം അടിത്തട്ടിൽ എന്ന നിർദ്ദേശവും യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. സീറ്റ് വിഭജനത്തിന്റെ പുരോഗതി അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച വിശദമായ ചർച്ചകൾ. BJPക്കെതിരെ ഒരു ശക്തമായ ഒരു നിര രൂപീകരിക്കുകയാണ്. ആ ഉദ്ദേശം മുൻനിർത്തിയാണ് സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ ചർച്ചകൾ മുന്നോട്ട് പോകേണ്ടത് എന്ന നിർദ്ദേശം പല പാർട്ടികളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്നാൽ ബംഗാളിലെ സീറ്റ് ചർച്ച ഉൾപ്പെടെ ഇപ്പോൾ അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. മമതാ ബാനർജി ഒരു ഉപാധി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ബംഗാളിൽ കോൺഗ്രസിന് 2 നിന്നും 3 സീറ്റുകൾ വർദ്ധിപ്പിക്കാം, എന്നാൽ അതിന് പകരമായി അസമിലും മേഘാലയയിലുമായി 3 സീറ്റുകൾ തങ്ങൾക്ക് വേണമെന്ന ആവശ്യമാണ്. ഇതടക്കം പല പാർട്ടികളുമായി ഇപ്പോഴും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് സീറ്റ് ചർച്ചകൾ എത്തിയിട്ടില്ല. ഇതുൾപ്പെടെ എത്രയും വേഗം തന്നെ പൂർത്തിയാക്കി പ്രചരണത്തിലേക്ക് കടക്കണമെന്ന നിർദ്ദേശവും ഈ യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ പ്രഖ്യാപനം മമത, അഖിലേഷ് എന്നിവരുടെ നിലപാട് കൂടി ചാർജ് ശേഷം ഉണ്ടാകും. പക്ഷേ ആരാണ് നേതൃസ്ഥാനത്ത് നിൽക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഗൗരവമായ ചർച്ചകൾ മുന്നണിയിൽ നടക്കുകയാണ്. ലില്ലി ചോളി പറഞ്ഞു, ഇന്നെന്തോ കമന്റ് എഴുതാനൊരു മൂഡ് തോന്നുന്നില്ല. വിന്റർ ഡിപ്രഷൻ, സൂര്യനെ കണ്ടിട്ട് കുറേ അധികം ദിവസങ്ങളായി, അസ്ഥി പോലും ഒരുങ്ങുന്ന തണുപ്പാണ് പുറത്ത്, മനസ്സിലൊന്ന് റിഫ്രഷ് ചെയ്യാൻ വെറുതെ നടക്കാൻ പോകുന്നു എന്ന് പറയുകയാണ്. N വിജയഗോപാൽ പറയുന്നു, എന്തായാലും MTയുടെ പരാമർശങ്ങൾ വളരെ ശുഭോദർക്കമായ കാര്യമാണ്. സാംസ്കാരിക നായകന്മാർ എന്ന് വിളിക്കപ്പെടുന്നവരുടെ ഇത്തരം പരസ്യ പ്രതികരണങ്ങളുടെ അഭാവം ഇന്നത്തെ പരിതാപകരമായ അവസ്ഥയുടെ കാരണങ്ങളിൽ ഒന്നാണ് എന്നും പറയുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു പ്രേക്ഷക ചോദിക്കുന്നുണ്ടായിരുന്നു, ഒരു പേര് രേഖ, ഹൈറിച്ചിനെ കുറിച്ച് പറയൂ, ഇൻവെസ്റ്റ് ചെയ്തവർക്ക് പണം തിരിച്ചു കിട്ടുമോ? വലിയ തട്ടിപ്പാണെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക കണ്ടെത്തൽ. അന്വേഷണം കൂടുതൽ നടക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുശേഷം മാത്രമേ അത്തരത്തിൽ പണം നഷ്ടപ്പെടുവോ കിട്ടുമോ എന്നൊക്കെ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും ഒരുപാട് പേർ അതിൽ പെട്ടിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. എക്സാലോജിക് കമ്പനിക്കെതിരെ കേന്ദ്ര അന്വേഷണത്തിൽ പ്രതികരണവുമായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. കുറെ കണ്ടതല്ലേ എന്ന് ചോദിക്കുന്നു മുഹമ്മദ് റിയാസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയല്ലേ എന്നും ബാക്കി നേതൃത്വം പറയുമെന്നും മന്ത്രി പ്രതികരിച്ചു. കേന്ദ്ര ഏജൻസികളുടെ ഈ അന്വേഷണം എന്നാലും ഒരു ഇത് രാഷ്ട്രീയമായിട്ട് തന്നെയാണ് ഇതിനകത്ത് കാണുന്നത്. എന്താ നോക്കട്ടെ, ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതല്ലേ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണല്ലോ. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, ബാക്കി നോക്കാൻ കാര്യങ്ങൾ നോക്കാം. എന്നാലും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെക്കുന്നു. 3 മാസത്തിനകം ഒരു നോക്കാം, എന്താ നോക്കട്ടെ, വരട്ടെ, അത് അന്വേഷിക്കാം. അഖിൽ ഷാൻസാർ, അഖിൽ നേരത്തെ EP ജയരാജൻ കേന്ദ്ര സർക്കാർ വേട്ടയാണെന്ന് പറഞ്ഞിരുന്നു. അതല്ലാതെ മറ്റ് നേതാക്കളൊന്നും പ്രതികരിക്കേണ്ടതില്ല തീരുമാനപ്രകാരമാണെന്ന് തോന്നുന്നു മന്ത്രി മുഹമ്മദ് റിയാസും ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. അഖിൽ, ഹഷ്മി, LDF കൺവീനർ EP ജയരാജൻ പ്രതികരിച്ചതിന് പിന്നാലെയാണ് ഈ AK ബാലനും അതുപോലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസും ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചത്. ഏറ്റവും പ്രധാനമായും EP ജയരാജൻ പറഞ്ഞൊരു കാര്യം, ഈ രാഷ്ട്രീയ പ്രേരിതമായി തന്നെ നേരത്തെ ഈ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്കെതിരെ ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്ന ഒരു സമീപനം നേരത്തെ തന്നെ തുടർന്നു വന്നിരുന്നു. അതിന്റെ ഒരു തുടർ കഥയാണ് ഇപ്പോൾ ഈ എക്സാലോജിക്കെതിരായ കേസും. തീർച്ചയായും രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസ് തന്നെയാണ് ഇതെന്നുള്ളതാണ് എക്സാലോജിക് വിഷയത്തിൽ EP ജയരാജൻ പ്രതികരിച്ചത്. അതിന് പിന്നാലെയാണ് AK ബാലനും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തി. അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിൽ കൂടുതൽ പഠിക്കാനുണ്ട്, പഠിച്ചതിന് ശേഷം A to Z മുതൽ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കാം എന്നുള്ള കാര്യം AK ബാലൻ വ്യക്തമാക്കുന്നു. ഒപ്പം അതിന് പിന്നാലെ മന്ത്രി മുഹമ്മദ് റിയാസും എത്തുന്നു. മുഹമ്മദ് റിയാസ് പറഞ്ഞത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ, നേരത്തെയും കുറെ അന്വേഷണങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ, ഇതും അതുപോലെയൊക്കെ തന്നെയാണ്, വരട്ടെ, പഠിച്ചതിന് ശേഷം പറയാം എന്നുള്ളതാണ് മുഹമ്മദ് റിയാസും വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ EP ജയരാജന്റെ പ്രതികരണത്തിന് ശേഷം ഈ നേതാക്കളൊക്കെ അല്ലെങ്കിൽ മന്ത്രിമാരുൾപ്പെടെ ചില പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. അഖിൽ ഷാൻസാറാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ കേന്ദ്ര അന്വേഷണത്തിലെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകിയത്. സർക്കാർ തുക അനുവദിച്ചെങ്കിലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സപ്ലൈകോ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാർ. സർക്കാർ അനുവദിച്ച 19 കോടി രൂപ തൊഴിലാളി ക്ഷേമനിധി കുടിശ്ശിക അടയ്ക്കാൻ പോലും തികയില്ല.
എന്നാണ് കരാറുകാർ പറയുന്നത്. 30 കോടിയോളം രൂപയാണ് കരാറുകാർക്ക് ഇനിയും കിട്ടാനുള്ളത്. FCI സപ്ലൈകോ ഗോഡൌണുകളിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനും ഗോഡൌണുകളിൽ നിന്ന് സാധനങ്ങൾ വാതിൽപ്പടി വിതരണത്തിനായി റേഷൻ കടകളിലേക്ക് എത്തിക്കുന്നതിനായി കരാറെടുത്ത കോൺട്രാക്ടേഴ്സാണ് അനിശ്ചിതകാല സമരം നടത്തുന്നത്. റേഷൻ വിതരണം ഉൾപ്പെടെ പ്രതിസന്ധിയിലാകാതിരിക്കാനാണ് കരാർ കുടിശ്ശികയിൽ 19 കോടി രൂപ സർക്കാർ അടിയന്തരമായി അനുവദിച്ചത്. എന്നാൽ 3 മാസത്തെ കുടിശ്ശികയായ 30 കോടിയിലധികം രൂപ ലഭിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് കേരള ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നിലപാട്. നിലവിൽ അനുവദിച്ചിരിക്കുന്ന തുക സർക്കാരിന്റെ ക്ഷേമനിധി ബോർഡിലേക്ക് അടയ്ക്കാനുള്ളത് പോലും തികയില്ലെന്ന് കരാറുകാർ പറയുന്നു. അവധി ദിനങ്ങൾ കഴിഞ്ഞ് ഈ തുക ചൊവ്വാഴ്ച മാത്രമേ അക്കൗണ്ടിലെത്തൂ. ഈ മാസത്തെ വാതിൽപ്പടി റേഷൻ വിതരണം 40% പൂർത്തിയായിട്ടുണ്ട്. കരാറുകാരുടെ സമരം റേഷൻ വിതരണത്തെ ബാധിക്കില്ലെന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കി. 24 കൊച്ചി. ഇവിടെ അർച്ചന പറയുന്നു, കേരള PSCയിൽ ഡിവോഴ്സീസിനും കൂടി അപ്ലൈ ചെയ്യാൻ ഏജ് റിലാക്സേഷൻ പ്രിഫറൻസ് തരാൻ 24 വഴി റിക്വസ്റ്റ് ചെയ്യണേ. അതുപോലെ അത് എന്നെപ്പോലെയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആകും എന്ന് പറയുകയാണ്. ഇന്നലെയും കഴിഞ്ഞ ദിവസവും ഒരു പ്രേക്ഷക സമാനമായൊരു പ്രതികരണം നടത്തിയിരുന്നു. ഇവിടെ എന്താണ് വിധവകൾക്ക് മാത്രമല്ല ഡിവോഴ്സീസിനോട് ആ ഏജ് റിലാക്സേഷൻ വേണം എന്നുള്ള കാര്യം അത് നോക്കേണ്ട കാര്യമാണെങ്കിൽ നോക്കേണ്ടതാണ്. കൈവിട്ട് പരാമർശത്തിൽ SKSSF നേതാവ് സത്താർ പന്തലൂരിനെ തള്ളുന്നു സമസ്ത. തീവ്ര സ്വഭാവത്തിലുള്ള പരാമർശങ്ങൾ സമസ്തയുടെ ശൈലിയല്ല എന്ന് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി E. മൊയ്തീൻ ഫൈസി പുത്തനഴി പറഞ്ഞു. വിഷയം നേതാക്കൾ കൈകാര്യം ചെയ്യുമെന്നും ഫൈസി പുത്തനഴി വ്യക്തമാക്കി. സമസ്ത പണ്ഡിതരെ പ്രയാസപ്പെടുത്തുന്നവരുടെ കൈവെട്ടാൻ SKSSF പ്രവർത്തകർ മുന്നോട്ട് വരുമെന്നായിരുന്നു സത്താർ പന്തല്ലൂരിന്റെ പ്രകോപന പ്രസംഗം. ഐക്യാഹ്വാനത്തിന് പിന്നാലെ വന്ന വിവാദ പ്രസംഗത്തിൽ സമസ്തയിലും ലീഗിലും കടുത്ത അതൃപ്തിയുണ്ട്. സത്താറിനെ പൂർണ്ണമായും സമസ്ത തള്ളി. ഇത്തരം തീവ്രശൈലികൾ സമസ്തയുടേതല്ലെന്ന് E. മൊയ്തീൻ ഫൈസി പുത്തനഴി. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കോ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കോ ഒരു തീവ്രവാദ നിലപാടോ ശൈലിയോ ഇല്ല. സമസ്തയിലെ ലീഗ് അനുകൂലികൾ സത്താർ പന്തല്ലൂരിനെതിരെ നേതാക്കൾക്ക് പരാതി നൽകിയേക്കും. കൈവിട്ട് പരാമർശം ആലങ്കാരിക പ്രയോഗമായിരുന്നു എന്നാണ് പ്രസംഗത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. എന്നാൽ വിഷയത്തിൽ പ്രതികരിക്കേണ്ടെന്ന നിലപാടിലാണ് ലീഗ് നേതൃത്വം. 24 മലപ്പുറം. കടന്നൽ കുത്തേറ്റ് പരിക്കെന്ന് പറയുന്നത് കോഴിക്കോട് കല്ലാച്ചിയിലാണ് കടന്നൽ കുത്തേറ്റ് 2 പേർക്ക് പരിക്ക്. ഇരുചക്രവാഹന യാത്രക്കാർക്കും അതിൽ പരിക്കുണ്ട് എന്ന് പറയുകയാണ്. എന്താണ് 2 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. 10 പേർക്കാണ് കേട്ടോ അതിൽ പരിക്ക്. കോഴിക്കോട് കല്ലാച്ചിയിൽ കടന്നൽ കുത്തേറ്റ് 10 പേർക്കാണ് പരിക്ക്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മുടെ ആ വാർത്തായാത്ര അപ്പോൾ അതിൻ്റെ അവസാന പാദത്തിലേക്ക് 2:27:18 പ്രിയപ്പെട്ട പ്രേക്ഷകർ ഭക്ഷണം കഴിക്കണം. ഇവിടെ ഒരു പ്രേക്ഷകൻ വാട്സപ്പിലേക്ക് മെസ്സേജ് കേട്ടോ. റേഷൻ കടകളിൽ അരിക്ക് പോകുമ്പോൾ അരി സ്റ്റോക്കില്ല എന്നാണ് പറയുന്നത്. സ്പെഷ്യലി കാർഡ് ഹോൾഡറുടെ താലൂക്കിൽ മാത്രമേ കിട്ടൂ. ഇപ്പോൾ പഴയ പോലെയല്ല, തള്ളിന് കുറവില്ല, പക്ഷേ അരിയില്ല എന്നാണ് സത്യം. സ്റ്റോക്ക് വരാൻ 15-ാം തീയതി കഴിയും എന്നാണ് പറയുന്നത് ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. നമ്മുടെ നമ്പർ ഇപ്പോൾ എല്ലായിടത്തും ഉള്ളത് കാരണം ആർക്കും ആണെങ്കിൽ ഇങ്ങനെ ആവശ്യമുള്ള മെസ്സേജ് അയക്കാവുന്ന ഒരു ഗുണം ആ നമ്പർ പുറത്തു പോയവരുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യം റേഷൻ കടയിലെ അവസ്ഥ പ്രേക്ഷകൻ പറയുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കാരുണ്യ പദ്ധതി നടത്തിപ്പിന് ഫണ്ട് തേടി സർക്കാർ. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ സഹായം തേടാനാണ് തീരുമാനം. കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താൻ ഉപസമിതിയെയും നിയോഗിച്ചു. 24 എക്സ്ക്ലൂസീവ്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമാണ് സർക്കാരിൻ്റെ നീക്കം. കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താൻ 3 അംഗ സമിതിയെയും രൂപീകരിച്ചു. ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ അധ്യക്ഷനും ധനകാര്യ വകുപ്പ് അണ്ടർ സെക്രട്ടറി, സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ജോയിന്റ് ഡയറക്ടർ എന്നിവർ അംഗങ്ങളുമായാണ് സമിതി. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ CSR ഫണ്ടിലെ വിഹിതം കാരുണ്യ ഫണ്ടിലേക്ക് തേടും. ഇവർ ആരോഗ്യ മേഖലയ്ക്ക് മാറ്റിവെക്കുന്ന വിഹിതമാണ് കാരുണ്യ പദ്ധതി നടത്തിപ്പിനായി ആവശ്യപ്പെടുക. കാരുണ്യ പദ്ധതിക്കായി കോർപ്പസ് ഫണ്ട് രൂപീകരിക്കാനും തീരുമാനിച്ചു. ഇതിനായി സാമ്പത്തിക ഉറവിടങ്ങൾ കണ്ടെത്താനുള്ള സാധ്യതകൾ സമിതി പരിശോധിക്കും. വിശദമായ പദ്ധതി രേഖ അടങ്ങിയ പഠന റിപ്പോർട്ട് 30 ദിവസത്തിനുള്ളിൽ നൽകണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. BA ഗിരീഷ്, 24 തിരുവനന്തപുരം. ജാസ്മിൻ അബ്ബാസ് പറയുകയാണ്, കുറേ ഇടവേളയ്ക്ക് ശേഷം ആരംഭിക്കുന്ന ഫ്ലവേഴ്സ് ഒരു കോടിക്ക് 1000 ആശംസകൾ എന്നും പറയുകയാണ്. ധന്യ പറയുന്നു, ഹൈറിച്ച് അംഗങ്ങളായവർക്ക് പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാവില്ല സൂപ്പർമാൻ എന്ന് പറയുന്നത്. എനിക്കൊന്ന് സൂപ്പർമാൻ ധന്യ ആരെയും പറ്റിച്ചിട്ടില്ല. ഹൈറിച്ചിന് അനുകൂലവും പ്രതികൂലവും ഒക്കെ ഉള്ള പ്രതികരണങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട്. എന്തായാലും പോലീസ് പറയുന്നത് അത് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകൾ ഒന്നാണ് എന്ന് പറയുകയാണ്. അതിൽ അന്വേഷണം നടക്കട്ടെ, കതിരും പതിരും പുറത്തേക്ക് വരട്ടെ. കോഴിക്കോട് പൂർണ്ണ ഗർഭിണിയെ വാഹനമിടിച്ചു, ഗർഭസ്ഥ ശിശു മരിച്ചു. കടലുണ്ടി റെയിൽവേ ഗേറ്റിന് അടുത്താണ് അപകടമുണ്ടായത്. കടലുണ്ടി കടവ് സ്വദേശി അനീഷ റാഷിദ് ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷഹദ്, അത്യന്തം ദാരുണമായ, കേൾക്കുമ്പോൾ തന്നെ വലിയ സങ്കടമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഉണ്ടായത്. എന്താണ് ഷഹദ്?
ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ദുഃഖം നിറഞ്ഞ ഒരു വാർത്തയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്. രാവിലെയാണ് ഈ ഒരു അപകടം നടക്കുന്നത്. ഇതിൽ അനീഷ രാവിലെ നടന്നു പോവുകയായിരുന്നു. അതായത് പൂർണ്ണ ഗർഭിണിയാണ്. ലാബിൽ നിന്ന് രക്തപരിശോധന കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ച് മാതാവിനൊപ്പം പോവുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അങ്ങനെ നടന്നു പോകുന്ന ഘട്ടത്തിലാണ് കോഴിക്കോട് നിന്നും മലപ്പുറത്തേക്ക്, അതായത് പരപ്പനങ്ങാടി മേഖലയിലേക്ക് പോകുന്ന കാറ് ഈ യുവതിയെ ഇടിക്കുന്നത്. കാറിന്റെ നിയന്ത്രണം വിട്ടാണ് ഇത്തരത്തിൽ ഈ കാറ് ഇടിച്ചത് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും ലഭ്യമാകുന്ന വിവരം. തുടർന്ന് ഈ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്ത് രക്തസ്രാവം ഉണ്ടായി. തുടർന്ന് സർജറിക്ക് വിധേയമാക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ കുട്ടി മരിച്ച വിവരം പുറത്തു വരുന്നത്. എന്തായാലും നിലവിൽ അതിന്റെ അനുബന്ധ നടപടികളൊക്കെ തുടരുകയാണ്. ഏറെ ദുഃഖകരം, ഒപ്പം തന്നെ ഏറെ വേദന ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഹാഷ്മി, സങ്കടകരമാണ്, വല്ലാത്തൊരു വാർത്തയാണ്. ചികിത്സ അടക്കം നൽകിയെങ്കിലും കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഷഹദ് പറയുന്നത്. ഇവിടെ ദേവൂട്ടി പറയും, ഇന്നു മുതൽ റേഷൻ സ്റ്റോക്ക് വരില്ല, സമരം തുടങ്ങി, പഴയ അരി കടക്കാർ തരത്തില്ല, പൂഴ്ത്തിവെക്കും. നേരത്തെ നമ്മുടെ പ്രേക്ഷകൻ വാട്സാപ്പിൽ അയച്ച സന്ദേശത്തുള്ള പ്രതികരണമാണ്. ദിലീപ് കുമാർ പറഞ്ഞു, ഡിയർ ഹാഷ്മി, എൻ്റെ 8 ലക്ഷം രൂപ തിരിച്ചു കിട്ടാതെ പോകുമോ? ഇവിടെ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുണ്ടാക്കിയ പൈസയാണ് ഹൈറിച്ചിൽ നിക്ഷേപിച്ചത്. ദിലീപ് കുമാർ അൽമറായി എന്ന് പറയുകയാണ്. എന്തായാലും നിക്ഷേപിച്ചവർക്ക് പണം കിട്ടട്ടെ. അവരുടെ അധ്വാനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആകെ തുകയാകുമല്ലോ ഇത്തരം പ്രവാസികളൊക്കെ നിക്ഷേപിക്കുന്നത്. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ പോലീസ് പറയുന്നത് അതൊരു വലിയ തട്ടിപ്പാണ് എന്ന് പറയുകയാണ്. ഇനി സൂക്ഷിക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിനി കാണുക വൈകിട്ട് 8 മണിക്ക് എൻകൗണ്ടറിലാണ്. ഇനി കുറ്റകൃത്യങ്ങൾ ലോകത്തെ കുറേയധികം വല്ലാത്ത വാർത്തകളുമായി ചേരുന്നു സുഹേൽ മുഹമ്മദ്. ഗുഡ് ബൈ.